നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താതി കർത്തനെ, നന്ദിയോടെ സ്തുതിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്നവരെ, മഹാപരിശുദ്ധനെ, സ്തോത്രം 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 സ്തോത്രം. സ്വർഗീയ രാജാവേ, സ്തോത്രം 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 കർത്താതി കർത്തനെ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹൃദയത്തോടെ സ്തുതിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. Yeah.
സന്നിധിയിൽ വസിച്ചോട്ടെ, അങ്ങേ പാദങ്ങൾ ചുംബിച്ചോട്ടെ. നിൻ സന്നിധിയിൽ വസിച്ചോട്ടെ, അങ്ങേ പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഓ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. Worship the Lord. Praise കർത്താവേ, നിങ്ങളെ ആരാധിക്കുന്നു. അങ്ങയുടെ മുഖം ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദമാകട്ടെ. നിങ്ങളുടെ മുഖം പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വികാരവാദശിയാതുരവാ. പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ പകൽക്കാലത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. स्वर्गीय पिता, इस सुंदर समय की सुबह के लिए हम धन्यवाद भरे हुए दिल के साथ आपको धन्यवाद करते हैं. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ ദൈവമായ കർത്താവ് ഞങ്ങൾ അത്ഭുതകരമായി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर, पिछले पूरे हफ्ते आपने चमत्कार की रीति से हमें चलाया, इसलिए हम आपको धन्यवाद करते हैं. കർത്താവേ, ഈ പരിശുദ്ധ ദിവസവും അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഞങ്ങൾക്ക് ജീവൻ, സുഖം, ബലം, ആരോഗ്യം നൽകി തന്നതിനാൽ സ്തോത്രം. परमेश्वर, आज सुबह के समय भी आपको सच्चाई और आत्मा में आराधना करने के लिए हमें ताकत और सामर्थ्य दिया, इसलिए हम आपको धन्यवाद. ഞങ്ങളോടുകൂടി ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം ഓരോ ഭവനങ്ങളിലും നിറയുമാറാകണമേ. അവരാരാധിക്കുമ്പോൾ ദൈവീയ കർത്താവേ സ്തോത്രം സ്പർശനം തിരിച്ചറിയുവാൻ സഹായിക്കുമാറാകണമേ. परमेश्वर, आज सुबह के समय भी हमारे साथ आराधना करने वालों को हर किसी को आपके हाथ में समर्पण करते हैं प्रभु. जो हमारे बीच में जो आपके सामर्थ्य प्रभु, उनके बीच में भी होने पाए. ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. परमेश्वर, आपकी कृपा हमारे ऊपर होने पाए, पवित्र आत्मा की संगति हमारे बीच में होने पाए. ഉത്സാഹത്തിന്റെ ഉന്മേഷത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ. उत्साह और सामर्थ्य की आत्मा से हमें भर दीजिए. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. परमेश्वर, आपके हाथ में हमें समर्पण करते हैं. യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से. ആമേൻ. आमीन. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ തമിഴില് ദൈവത്തെ ആരാധിച്ചു, പാടി, ദൈവവചനം തമിഴിൽ കേട്ടു. ഈ ആഴ്ച നമ്മൾ പാട്ടുകളൊക്കെയും ഹിന്ദി, മലയാളം, തമിഴൊക്കെയും പാടുമെങ്കിലും മലയാളത്തിൽ ദൈവത്തെ ആരാധിക്കും. ആൾട്ടർനേറ്റ് ആഴ്ചകളായിട്ട് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച തമിഴും ഒരാഴ്ച മലയാളവും. അങ്ങനെയാണ്. കാരണം നമുക്ക് തമിഴും മലയാളവും സംസാരിക്കുന്ന ദൈവമക്കൾ നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് അവരെല്ലാവരെയും കരുതിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളോട് സഹകരിക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. पिछले हफ्ते हमने तमिल में आराधना किया था. इस हफ्ते हम मलयालम में होंगे. हमारा वचन जो सुनाते हैं वो वचन मलयालम और हिंदी होगा, क्योंकि हमारे सुनने वाले जो है तमिल और मलयालम वाले हमारे कलीसिया में आते हैं. उनके लिए हम खासकर एक हफ्ता मलयालम, एक हफ्ता तमिल करके करते हैं. इसलिए आप हमारे साथ मिलकर परमेश्वर को स्तुति करें. നമുക്ക് എപ്പോഴും ദൈവത്തെ പാടി ആരാധിക്കാം. ഞങ്ങളോടുകൂടെ ചേർന്ന് ആരാധിച്ചാൽ നമുക്ക് ആദ്യം ഒരു ഹിന്ദി പാട്ട് പാടാം. അതിനുശേഷമായി നമ്മുടെ മലയാളം, വീണ്ടും ഒരു തമിഴ് പാട്ടൊക്കെ പാടി ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോവുക. सबसे पहले हम हिंदी गाना गाएंगे. हमारे साथ मिलकर गाना गा के परमेश्वर को स्तुति करेंगे. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ചേർന്ന് കരങ്ങളെ തട്ടി ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. सब लोग मिलकर गाइए और परमेश्वर को स्तुति करें. ദൈവത്തെ അബ്ബ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. परमेश्वर को हम अब्बा पिता करके पुकारने वाला उस पुत्रत्व की आत्मा परमेश्वर ने दिया. ആ ആത്മാവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. उस आत्मा में भरते हुए परमेश्वर का आराधना करें. പ്രൈസ് ദി ലോർഡ്. हालेलुया. सुबह सुबह स्तुति बेली अब्बा बिदा देंगे तुझे. आराधना स्तुति बेली अब्बा बिदा देंगे तुझे.
सुबह सुबह स्तुति बलि अब्बा पिता हम देंगे तुझे आराधना, स्तुति बलि अब्बा पिता हम देंगे तुझे। सुबह सुबह स्तुति बलि अब्बा पिता हम देंगे तुझे। हमें आराधना स्तुति बलि अब्बा पिता हम देंगे तुझे। ओ सुबह सुबह स्तुति बलि अब्बा पिता हम देंगे तुझे। हमें आराधना स्तुति बलि अब्बा पिता हम देंगे तुझे। यबनेश्वर यबनेश्वर अब तक संभाला है, यबनेश्वर यबनेश्वर अब तक संभाला है, हमें अब तक संभाला है। यबनेश्वर यबनेश्वर हमें अब तक संभाला है। यबनेश्वर यबनेश्वर सुबह सुबह स्तुति बलि अब्बा पिता हम देंगे तुझे। हमें आराधना स्तुति बलि अब्बा पिता हम देंगे तुझे। फिर से सुबह सुबह स्तुति बलि अब्बा पिता हम देंगे तुझे। हमें आराधना स्तुति बलि अब्बा पिता हम देंगे तुझे। एल शदाई एल शदाई सर्वशक्तिमान एल शदाई एल शदाई सर्वशक्तिमान आप सर्वशक्तिमान एल शदाई एल शदाई ओ सर्वशक्तिमान एल शदाई एल शदाई। सुबह सुबह स्तुति बलि अब्बा पिता हम देंगे तुझे। हमें आराधना स्तुति बलि अब्बा पिता हम देंगे तुझे। सुबह सुबह स्तुति बलि हमें अब्बा पिता हम देंगे तुझे। आराधना स्तुति बलि अब्बा पिता हम देंगे तुझे। एलरोई एलरोई मुझ पे आपकी नजर हो। एलरोई एलरोई मुझ पे आपकी नजर हो। मुझ पे आपकी नजर। एलरोई एलरोई मुझ पे आपकी नजर। एलरोई सुबह सुबह स्तुति बलि अब्बा पिता हम देंगे तुझे।
हमें सुबह सुबह स्तुति बलि पिता हम देंगे तुझे आराधना स्तुति बलि पिता दिल से देंगे तुझे। Hallelujah. Thank Praise you, the Lord Lord. Jesus. Hallelujah. Thank you. ദൈവത്തെ ആരാധിക്കാം. Amen. Hallelujah. പിതാവായ ദൈവത്തെ ഹല്ലേലൂയ. Amen, Jesus. അവനായിരിക്കുന്നത് പോലെ അവനെ ആരാധിക്കുവാൻ ഹല്ലേലൂയ. Amen. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. യഹോവ റാഫയാൽ, യഹോവ ശമ്മായാൽ, യഹോവ ഹല്ലേലൂയ शालोमाई അവൻ നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. आज सुबह के समय हम पिता परमेश्वर को स्तुति और आराधना करेंगे। वो पिता बन के हमारे साथ है, यहोवा राफा बन के, यहोवा शालोम बन के, यहोवा निसी बन के हमारे साथ रहता है, इसलिए हम उनको स्तुति करेंगे। Praise the Lord. ഹല്ലേലൂയ. പകൽക്കാലം വീണ്ടും ഒരു മലയാളം പാട്ട് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. फिर से हम एक मलयालम गाना गा के परमेश्वर को स्तुति എത്ര करेंगे। ശക്തി ഉണ്ടെങ്കിലും എത്ര അധികാരികൾ ഉണ്ടെങ്കിലും എത്ര ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളും ഈ ഭൂമിയെ ഭരിക്കുന്ന എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിലും ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ പോലെ തുല്യനായിട്ട് വേറൊരുത്തനില്ല. ഹല്ലേലൂയ. हालेलुया। हमारे परमेश्वर स्वर्गीय पिता के समान कोई भी नहीं है। जो जितने भी अंधकार की ताकत है, दुनिया के सारे सामर्थ है, उससे बढ़कर है हमारा पिता परमेश्वर। സ്വർഗത്തിലും ഭൂമിയിലും കർത്താവിന് തുല്യനായി വേറെ ആരുമില്ല. स्वर्ग और पृथ्वी में उनके बराबर में कोई भी नहीं है। കർത്താവേ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനാര്. ഹല്ലേലൂയ. हालेलुया। परमेश्वर आपके समान कौन है करके गाना उसको हम मलयालम में गा के परमेश्वर को स्तुति Praise करेंगे। the Lord. Hallelujah. Thank you Lord Jesus. Amen. Thank you Lord. Hallelujah.
आपके समान कोई भी नहीं है परमेश्वर। അങ്ങ് आपके സർവശക്തൻ, समान कोई സർവവ്യാപി, സർവജ്ഞാനിയായ ദൈവമായി हालेलुया। സ്തോത്രം. आप सर्वशक्तिमान, सर्वव्यापी, सर्वज्ञानी परमेश्वर है प्रभु। ഞങ്ങളുടെ ആരാധനയും പുകഴ്ചയും സ്തുതിയും എല്ലാം സ്വീകരിപ്പാൻ അങ്ങ് യോഗ്യൻ കർത്താവ്. हमारी आराधना और स्तुति, महिमा, आदर सबके योग्य आप ही है प्रभु। ഹല്ലേലൂയ, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. കർത്താവിനെ ഒരു തമിഴ് പാട്ട് പാടി ആരാധിക്കാം. Praise the Lord. सुबह के समय फिर से हम एक तमिल गाना गा के परमेश्वर को स्तुति Hallelujah. करेंगे। Praise the Lord. Hallelujah. ദൈവത്തിന്റെ കൃപയാണ് നാം നിലനിൽക്കുന്നത്. Praise the Lord. परमेश्वर की कृपा है हम जो आज जिंदा। Hallelujah. നമ്മെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാണ്. हमें स्थिर रहने वाला, चलाने वाला परमेश्वर की कृपा അവന്റെ है। സ്നേഹമാണ് നമ്മെ നിലനിർത്തുന്നത്. उनका Hallelujah. प्यार है, उनका प्रेम है जो हमें चलाता है। നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നവൻ അവൻ. Hallelujah. हमारा नाम लेके पुकारने वाला നമ്മളെ परमेश्वर, വലിയവനാക്കുന്നവൻ അവൻ. Hallelujah. हमें बड़ा महान करने वाला നാം परमेश्वर। ആയിരിക്കുന്നത് പോലെ നമ്മെ ആക്കി തീർക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. हम जैसा है वैसे हमें बनाने वाला है हमारा എന്റെ परमेश्वर। പകൽക്കാലം ആ കൃപയെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. उस कृपा को ध्यान करते हुए परमेश्वर को हम धन्यवाद करेंगे। Praise the Lord. कृपयाल निले निल्पिंड्रोम देव कृपयाल हम निले Glory, निल्पिंड्रोम। Karabarabashia.
நிற்கின்றோம் தேவ கிருபையில் நிலை நிற்கின்றோம் கிருபையில் நிலை நிற்கின்றோம் தேவ கிருபையில் நிலை நிற்கின்றோம் கிருபையை கொண்டாடுகிறோம் தேவ கிருபையை கொண்டாடுகிறோம் கிருபையை கொண்டாடுகிறோம் தேவ கிருபையை கொண்டாடுகிறோம் கிருபையை கொண்டாடுகிறோம் ஹalleluya അതേ കർത്താവേ അങ്ങയുടെ കൃപ ഞങ്ങളെ എല്ലാ നിലകളിലും അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം परमेश्वर आपकी कृपा हमें हर जगह पे चलाता है इसलिए हम आपको അങ്ങയുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം आपके महान कृपा के लिए हम അത് आपके महान കരുണയാൽ प्यार के लिए धन्यवाद കൃപയായി ഞങ്ങളിലേക്ക് ഒഴുകുന്നതിനാൽ സ്തോത്രം वो प्यार जो है कृपा बन के हमारे ऊपर होने पाए ഞങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി അழைക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം मैं सबको नाम लेकर पुकारते हैं बुलाते हैं इसलिए हम आपको धन्यवाद കർത്താവേ ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം പേരോർത്തിരിക്കുന്നു वो आसमान में जितने तारे हैं प्रभु सबका नाम जानने वाले കോടാകോടി നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു करोड़ों करोड़ों तारों को नाम लेके पुकारने वाला परमेश्वर ആകാശത്തിലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കേണ്ടതിന് കർത്താവ് നോക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് എന്തുമാത്രമുള്ള സങ്കീർത്തനക്കാരുണ്ടാവും परमेश्वर आसमान में सूरज और तारों को देखेंगे तो पृथ्वी का ये छोटा सा इंसान को याद करने के लिए क्या है എന്നാൽ ഈ ലോകത്തിന്റെ സകല അധികാരവും അവന്റെ മേൽ നൽകിയിട്ടുണ്ട് ദൂതന്മാരെക്കാളും അല്പം മാത്രം താഴ്ത്തി അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കാനെങ്കിൽ സ്തോത്രം ചെയ്യും परमेश्वर लेकिन आपने इस छोटे इंसान के ऊपर इतना करुणा करके सबसे महान नाम महान जगह दिया इसलिए हम आपको धन्यवाद करते हैं। ഞങ്ങളെ അങ്ങയുടെ തേജസ്സാലും ബഹുമാനത്താലും മഹിമയാലും നിറച്ചിരിക്കാൻ സ്തോത്രം आपके महिमा और उस महान तेजस से मैं भरा हुआ इसलिए धन्यवाद करते हैं കർത്താവേ ഞങ്ങളെ സമ്പൂർണ്ണമായി അങ്ങയുടെ പാദപീഠത്തിൽ ഒരു ബലിയായി സമർപ്പിക്കുന്നു परमेश्वर हमें पूरी तरह एक बलि के समान आपके चरणों में समर्पण करते हैं। ഹല്ലേലൂയ हालेलुया ഞങ്ങളെ കർത്താവേ ആ വേദിയുടെ പുറത്ത് ആ കർത്താവ് യാഗപീഠത്തിന്റെ പുറത്ത് കർത്താവ് സമ്പൂർണ്ണമായി പകൽക്കാലം ഞങ്ങൾ സമർപ്പിക്കുന്നു परमेश्वर पूरी तरह उस वेदी पे हमें एक बलि के समान हम समर्पण करते हैं। ദൈവത്തിന്റെ കർത്താവേ സ്തോത്രം അഗ്നി ഞങ്ങളെ മേൽ ഇറങ്ങണമേ परमेश्वर आज सुबह के समय आपकी जो आग जो है हमारे ऊपर उतरने पाए ഞങ്ങളുടെ ഭൗതികപരമായിരിക്കുന്ന എല്ലാ പുറംചട്ടകളും കത്തി താവേശ്വരം അല്ലത് ഭസ്മമായി തീരും हमारे शारीरिक तरह की हर एक जो चमड़ा जो है आज जलने पाए അങ്ങ് ആഗ്രഹിക്കുന്ന നിലകളിൽ ഞങ്ങൾ ജ്വലിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ സമർപ്പിക്കുന്നു आपकी इच्छा के अनुसार हम काम करने के लिए तैयार होने पाए നമ്മുടെ കണ്ണുകൾ അടച്ച് വളരെ മൗനമായി കർത്താവിനെ ധ്യാനിക്കാം और आंखें बंद करके परमेश्वर के हाथ में समर्पण करके हम परमेश्वर को आराधना करेंगे Praise हालेलुया। you. पवित्र प्रभु आपकी आराधना अब और सदा सर्वदा वेदी पर मैं समर्पण करूं एक जीवित बलि के समान पवित्र प्रभु आपकी आराधना
मुझको विजय देता है। यहोवा प्रोहित तू है, तेरा चरवाहा तू है। आराधना यीशु को आराधना सर्वदा। आराधना प्रभु को दिल से, आराधना सर्वदा। आराधना तुझको आराधना सर्वदा। आराधना राजा को सर्वदा। आराधना यीशु को ദൈവത്തെ ആരാധിക്കാം. से आराधना सर्वदा। आराधना राजा को से आराधना सर्वदा। आराधना प्रभु को से आराधना सर्वदा। ओ आराधना सर्वदा। यीशु आराधना सर्वदा। आपको आराधना सर्वदा। Hallelujah. आराधना सर्वदा। मेरा आराधना सर्वदा। Glory, glory, unto me. Karabalamashandaro. Karabalamashandaro. ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങളെ Hallelujah. ആരാധിക്കുന്ന കർത്താവ്. वो आराधना के योग्य प्रभु, हम आपको आराधना करते हैं। സകല മഹത്വത്തിനും മാനത്തിനും സ്തുതിക്കും യോഗ്യനായവനെ ഞങ്ങളെ ആരാധിക്കും. सारे आदर महिमा जलाल के योग्य प्रभु आपको आराधना करते हैं। കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. आपके हाथों में हमें समर्पण करते हैं। ഈ ഹല്ലേലൂയ പകൽക്കാലം നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. आज सुबह के समय परमेश्वर के चरणों में खड़े हो जाएंगे। 28ാം സങ്കീർത്തനം നമുക്ക് ഇംഗ്ലീഷ് കുഞ്ഞുങ്ങൾ വായിക്കും. നിങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളുടെ കരങ്ങളിൽ വേദപുസ്തകം എടുത്തുകൊണ്ട് സാംസ് 28 28ാം भजन സങ്കീർത്തനം संहिता 28 हम पढ़ेंगे। आपके पास हाथ में वचन है तो आप खोलिए और पढ़िए उसको मन में। यहाँ पे आपको आपके लिए पढ़ाया जाएगा, आप उसको सुनिए और मनन करिए। Thank you, Lord Jesus. Psalms 28. Psalms 28. To you I will cry, O Lord my rock. Do not be silent to me, lest if you are silent to me, I become like those who go down to the pit. Hear the voice of my supplications when I cry to you, when I lift up my hands toward your holy sanctuary. Do not take me away with the wicked and with the workers of iniquity, who speak peace to their neighbors, but evil is in their hearts. Give them according to their deeds and according to the wickedness of their endeavors. Give them according to the work of their hands. Render to them what they deserve, because they do not regret the works of the Lord, nor the operation of his hands. He shall destroy them and not build them up. Blessed be the Lord, because he has heard the voice of my supplications. The Lord is my strength and my shield. My heart trusted in him, and I am helped. Therefore my heart greatly rejoices, and with my song I will praise him.
The Lord is their strength, and He is the saving refuge of His anointed. Save your people and bless your inheritance. Shepherd them also and bear them forever. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള സങ്കീർത്തനത്തിനായി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം. परमेश्वर ने हमारे लिए दिए हुए अच्छे वचन के लिए हाथ उठा के धन्यवाद करेंगे। हालेलुया। Praise the Lord. ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി പകൽക്കാലം വീണ്ടും അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आज के दिन आशीष करने पाए। കർത്താവിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് ഞാൻ നന്ദി കരേറ്റുകയാണ്. परमेश्वर के महान कृपा के लिए परमेश्वर को हम धन्यवाद करते हैं। ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനാണ്. हमारा परमेश्वर महान परमेश्वर है। ഹല്ലേലൂയ. हालेलुया। അവനാൽ അസാധ്യമായതൊന്നുമില്ല. उनसे असंभव कुछ भी नहीं है। വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം മഹാത്ഭുതങ്ങൾ ചെയ്യും. जो विश्वास करता है उनके लिए परमेश्वर चमत्कार के काम करेगा। എന്നും അവൻ അത്ഭുതങ്ങൾ ചെയ്യും. आज भी परमेश्वर चमत्कार അവന്റെ करते हैं। ശക്തി കുറഞ്ഞു പോയിട്ട് उनका सामर्थ कम नहीं हुआ है। നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നത് കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. हम परमेश्वर के वचन में पढ़ते हैं परमेश्वर कल आज और कल हमेशा एक जैसा है। അവൻ ആദിയും അന്തവുമാണ്. वो शुरुआत और अंत भी है। ആദിയിൽ അല്ലെങ്കിൽ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എങ്ങനെയായിരുന്നോ, എത്ര ശക്തിയുള്ളവനായിരുന്നോ, എത്ര സർവ്വവ്യാപിയായിരുന്നോ, എത്ര സർവ്വജ്ഞാനിയായിരുന്നോ, ഇന്നും നാളെയും അവൻ അങ്ങനെ തന്നെയായിരുന്നു. जैसे इस पृथ्वी के शुरुआत में परमेश्वर जैसे थे, जैसे सर्वशक्तिमान बन गए, सर्वज्ञानी बन के, सर्व सामर्थी बन गए, सर्वव्यापी बन के जैसे थे परमेश्वर, आज भी परमेश्वर वैसा ही है। ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ ശക്തി കുറയുന്നില്ല. उनका सामर्थ कभी कम नहीं होता है। വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം ചെയ്യുന്നു. जो विश्वास करता है उनके लिए परमेश्वर सब कुछ करते हैं। വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. हमारे विश्वास के द्वारा ही हम परमेश्वर को प्रसन्न कर सकते हैं। ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം എത്രത്തോളം അധികം വിശ്വസിക്കുന്നോ അത്രത്തോളം അധികം നമ്മൾ അവന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. हम जितना ज्यादा विश्वास करेंगे उतना ज्यादा हम परमेश्वर के हाथ को हिला सकते हैं। സങ്കീർത്തനക്കാരൻ പറയുക 7-ാമത്തെ വാക്യത്തിൽ 28-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു, എന്റെ ഹൃദയം അവങ്കിലേക്ക് ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. हम भजन संहिता 28 के 7 में ऐसे पढ़ते हैं, यहोवा मेरा बैल और मेरी ढाल है, उस पर भरोसा रखने से मेरा मन को सहायता मिलेगी। ആശ്രയം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. भरोसा हमारे अंदर की उस विश्वास को दिखाता है। 91-ാം സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. हम 91 में भजन संहिता में ऐसे पढ़ते हैं, वो मेरे पास मेरे साथ रहता है इसलिए मैं उनको छुड़ाऊंगा। അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. वो मेरा नाम को जानता है इसलिए मैं उसको ऊंचा करूंगा। അപ്പോൾ എത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുത്ത് വരുന്നോ അത്രത്തോളം നമ്മൾ അവനെ അറിയുവാനിടയാണ്. हम जितना परमेश्वर के पास आए ना उतना हम परमेश्वर को जान सकते हैं। ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവാനിടയാണ്. हमें बहुत सारी चीजें समझ पाएंगे हम। ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ ഗോൾ, ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. परमेश्वर ने हमें इस पृथ्वी में रखने का परमेश्वर की इच्छा हम समझ सकते हैं। ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. इसके लिए परमेश्वर हमारी सहायता करने ഇന്ന് का। പകൽക്കാലം നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കുവാൻ പോയി. आज सुबह के समय भी हम कुछ देर प्रार्थना करेंगे। നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. हम हर दिन प्रार्थना करते हैं। നിങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. हम आप सबको याद करते हुए प्रार्थना करते हैं। അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ശരീരം നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. आज सुबह के समय भी हम परमेश्वर के हाथ में समर्पण करें। ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഗുണമായി ദൈവകാര്യങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. हम परमेश्वर हमारे जीवन में अच्छा काम करने के लिए हम परमेश्वर के हाथ में समर्पण करें। കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കും. हमारे प्रार्थनाओं को सुनने वाला परमेश्वर है। തന്റെ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന വിളി കർത്താവ് കേൾക്കുന്നു. अपने बच्चों का प्रार्थना वो सुनते हैं। ഹല്ലേലൂയ. അവൻ വലിയവനാണ്. वो महान परमेश्वर है। പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. प्रार्थनाओं को उत्तर देने वाला परमेश्वर। നാം ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വളരെ ഇടങ്ങൾ കാണുന്നുണ്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്നെ നിലവിളി കേട്ടു. हम भजन संहिता में भी देखते हैं परमेश्वर मेरा प्रार्थना सुना, जब मैंने प्रार्थना किया तो मेरे ओर कान दिया और मेरे प्रार्थनाओं को उत्तर दिया है करके। ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. जो दिल टूटा हुआ के लिए परमेश्वर पास रहता है। മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കും. जो दिल टूटा हुआ को परमेश्वर उनको छुड़ाता है। ഇതെല്ലാം ദൈവവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ പ്രതിധ്വനിപ്പിക്കുന്ന വചനങ്ങളാണ്. ये सारी बातें जो है हमारे परमेश्वर के ऊपर के विश्वास को दिखाता है। അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്
इसलिए मैं हमेशा सबको बोलता हूँ, जब हम प्रार्थना करते हैं विश्वास के साथ प्रार्थना करें। നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായ ബോധത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. हम किससे प्रार्थना करते हैं करके हमारे अंदर एक विश्वास या ट्रस्ट पर भरोसा होना ആ चाहिए। ബോധത്തെ കുറിച്ചാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ये यीशु ने जब अपने चेलों को बोला है कि जब तुम प्रार्थना करते हो तो विश्वास करो कि तुम्हें मिल गया। അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. जब हम प्रार्थना करते हैं तो हमें ये विश्वास करना चाहिए कि वो हमें मिल गया। ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. अब हम प्रार्थना करें। നിങ്ങൾക്കറിയാമല്ലോ, ലോകം മുഴുവനും ഈ COVID-19 എന്ന് പറയുന്നതായ ഈ മാരകമായ പകർച്ചവ്യാധി അതിങ്ങനെ വളരെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. आपको पता है दुनिया भर में ये जो महामारी जो है फैलते जा रहा है। അനേകര് ഭാരത്തിലും ദുഃഖത്തിലുമാകുന്നു, ബലഹീനരാകുന്നു, രോഗികളാകുന്നു, ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നു. बहुत लोग आजकल उस बीमारी के द्वारा कमजोर है, पीड़ित है और परेशान है। बहुत लोग इस दुनिया छोड़ के जा रहे ലോകം हैं। മുഴുവനും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാർ പരിശ്രമിക്കുന്ന ലാബുകളിൽ ടെസ്റ്റുകൾ നടക്കുന്നു. എങ്ങനെയെങ്കിലും ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കണം, ഒരു വാക്സിൻ ആവശ്യമാണ്. बहुत सारे लोग उसके पीछे उसको एक दवाई ढूंढने में लगे हुए हैं। നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം ശാസ്ത്രജ്ഞന്മാർക്ക് ദൈവം അതീവ ദൈവിക ജ്ഞാനം അതിനുവേണ്ടി കൊടുക്കുവാനാണ്. हमारे से ये हो सकता है कि हम उनके लिए प्रार्थना करें कि बहुत जल्दी से जल्दी परमेश्वर उनको बुद्धि और ज्ञान दे कि दवा ढूंढने के लिए। പ്രതികാല ഈ രോഗവുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷിക്കുന്നവരെ നമുക്ക് തിരുക്കരങ്ങളിൽ കൊടുക്കാം. खासकर हम उन लोगों को परमेश्वर के हाथ में समर्पण करेंगे कि इस लोग बीमारी से पीड़ित लोगों की सेवा करने वाले। ഡോക്ടർമാരുണ്ട്, നഴ്സസ് ഉണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, വിവിധ നിലകളിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന പലരുമുണ്ട്. डॉक्टर्स है, नर्सेस है, सोशल वर्कर्स है और पुलिस वाले हैं, मीडिया वाले हैं और ऐसे जो सेना के लोग हैं। बहुत सारे लोग हैं इस बीमारी से पीड़ित लोगों की सेवा करने में, उनको वहाँ से निकालने के लिए लगे हुए हैं। അവർ രോഗികളുമായി ഇടപെടുമ്പോൾ ആ വൈറസുകൾ അവരെ ബാധിക്കാതെ, കാരണം അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്, അവരൊന്നും ബലഹീനരായി തീരാതെ യേശുക്രിസ്തുവിന്റെ രക്തം അവരെ പൊടിയുവാൻ, കവർ ചെയ്യുവാൻ നമുക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. जब ऐसे लोग जो है दूसरों को जब सुरक्षा देने के लिए जुड़े हुए हैं तो उनकी सेवा में लगे हुए हैं तो उनके अंदर कोई बीमारी फैलने ना पाए, उनके परिवार में उनके बच्चों के ऊपर कोई ये फैलने ना पाए, उनके लिए प्रार्थना करें। മാത്രമല്ല ലോകം മുഴുവനും നമുക്കറിയാമല്ലോ വിവിധമായ പകർച്ചവ്യാധികളും വിവിധമായ കാര്യങ്ങൾ, വെട്ടുക്കിളികൾ, ഭൂകമ്പങ്ങൾ, വിവിധ നിലകളിൽ മനുഷ്യന് സ്വസ്ഥതയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഈ ഭൂമി നടന്നുകൊണ്ടിരിക്കുക. आजकल दुनिया आपको पता है बहुत परेशानी की ओर दौड़ रहे हैं कि टिट्टी की मार और ये सारे जो महामारी और भूकंप ये जैसी बातें हो रही है। पूरे दुनिया जो है परेशानी में पड़े हुए हैं। ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, വലിയ വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. भूकंप आ रहे, अकाल आ रहे और बाढ़ आ रहे, ये सारी बातें जो पृथ्वी में हम देखे जा रहे हैं। അതിലെല്ലാം കർത്താവിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു കൊല്ലുവാൻ കൊണ്ട് उसमें से सब में से परमेश्वर अपने बच्चों को संभालने के लिए, ചിലര് കൂടെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിന്റെ അവകാശികളായ ദിവസങ്ങളിൽ മാറുവാൻ കൊണ്ട് कुछ लोग और परमेश्वर के राज्य में आने के लिए, परमेश्वर को जानने के लिए, നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥന. उसके लिए हम प्रार्थना करें। എല്ലാ ഡിനോമിനേഷനുകളെയും സഭകളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. सारे कलीसियाओं को, डिनोमिनेशन को परमेश्वर के हाथ में समर्पण ഒരു करें। ലക്ഷ്യം തെറ്റിപ്പോകാതെ വണ്ണം ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് അവർ മടങ്ങി വരുവാൻ കൊണ്ട് उनके लक्ष्य को अलक्ष्य ना करते हुए अपने रास्ते में वापस आने के लिए प्रार्थना करें। ദൈവരെ സഹായിപ്പാൻ അവരുടെ ആത്മീയ കണ്ണുകളെ തുറന്നു കൊടുപ്പാൻ നമുക്ക് പ്രാർത്ഥന. परमेश्वर उनकी सहायता करने के लिए, उनकी आत्मिक आंखें खुलने के लिए हम प्रार्थना करें। സമസ്ത വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. सारी बातों में हम परमेश्वर के हाथ में ഞങ്ങൾ समर्पण തുറന്ന് करें। എല്ലാ ദിവസവും വിഷയങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ ചുരുക്കമായി ഇപ്പോൾ നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ ദൈവസേനയിൽ കൃപാസനത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് സ്തോത്രമാണ്. हम सारी बातों के लिए लगातार प्रार्थना करते जाते हैं, लेकिन कुछ विषय को आज जो खास विषय उनको हम यहाँ पे भी प्रार्थना करना ഞങ്ങൾ चाहते हैं। ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളോടുകൂടെ ചേർന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ ദയവ് ചെയ്ത് കരങ്ങളെ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു സ്തോത്രമാണ്. जब हम यहाँ पे हाथ जोड़ के प्रार्थना करते हैं तो आप भी जहाँ पे हो, आपके साथ और कोई है तो उनके साथ हाथ जोड़ते हुए परमेश्वर के संग में प्रार्थना करें। സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, അനുഗ്രഹീതമായ ഈ മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. स्वर्गीय पिता सुंदर परमेश्वर, इस दोपहर के समय के लिए हम आपको धन्यवाद करते हैं। ദൈവമേ, ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ തൃപ്പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. परमेश्वर, हर किसी को हम आपके चरणों में समर्पण करते हैं। കർത്താവേ, ഈ ലോകം മുഴുവനുമായി നടക്കുന്ന ഈ മഹാമാരിയെ പ്രതികാൽ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനാൽ പീഡിതരായിരിക്കുന്നവര്, രോഗികളായിരിക്കുന്നവര്, കർത്താവെ ബലഹീനരായിരിക്കുന്നവരെ കൃപാസനത്തിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടെ കൊണ്ടുവരികയാണ് തമ്പുരാനെ. परमेश्वर, हम खास कर उन बातों के लिए प्रार्थना करते हैं प्रभु, ये महामारी से पीड़ित पूरे दुनिया भर में जो पीड़ित लोगों को आपके हाथ में लेके आते हैं प्रभु, जो कमजोर है उसके द्वारा, जो बीमारी से पीड़ित है प्रभु, उन सबको आपके
चरणों में लेके आते हैं, അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. उनको सबको आपके हाथ में समर्पण करते हैं। ദൈവത്തിന്റെ വലിയ കൃപ, വലിയ ദയ അവരോട് കാണിക്കുമാറാകണം. परमेश्वर आपकी महान कृपा और करुणा उनके ऊपर होने ഞങ്ങളുടെ पाए। നാമം തന്നെ യഹോവ റാഫ എന്നാണല്ലോ കർത്താവ്. आपके नाम यहोवा राफा है। ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അങ്ങ് അരുളി ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. मैं तुम्हें चंगाई देने वाला परमेश्वर करके आपने बोला। ഈ പകൽക്കാലം ആ കർത്താവെ പ്രിയപ്പെട്ടവരോട് മനസ്സലിയുമാറാകണം, കരുണ കാണിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ आज दिन के समय भी सबके ऊपर आप करुणा और दया दिखाइए। രോഗികളായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കുമാറാകണമേ. जो बीमार लोग हैं प्रभु उनको चंगा करिए। കർത്താവെ ഞങ്ങൾക്ക് അവരെ ശുശ്രൂഷിക്കുവാനും മരുന്നുകൾ കൊടുക്കുവാനും മാത്രമേ കഴിയത്തുള്ളൂ. परमेश्वर हम उनको सेवा कर सकते हैं, उनको दवाई दे सकते हैं, എന്നാൽ സൗഖ്യമാക്കുന്നത് അങ്ങയുടെ തൃക്കരമാണല്ലോ കർത്താവ്. लेकिन चंगाई देने वाला आप ही हैं। ആ ജനങ്ങളോട് കരുണ കാണിച്ച് ഈ പകൽക്കാലം ഞങ്ങളുടെ കർത്താവ് മുഖം അല്ലെങ്കിൽ കടാക്ഷിച്ച് ആ പ്രിയപ്പെട്ട എല്ലാവരോടും കരുണ കാണിക്കണം, എല്ലാവർക്കും സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു കർത്താവ്. परमेश्वर आपके बच्चों की प्रार्थना सुन के, आपके बच्चों की इस मुख को देखते हुए आप उन सबको करुणा करिए प्रभु, दया दिखाइए, അവിടെ चंगाई കുഞ്ഞുകുട്ടികളെ दीजिए। ഓർക്കണമേ, അവരുടെ കുടുംബത്തെ ഓർക്കണമേ, അവരുടെ മാതാപിതാക്കളെ ഓർക്കണമേ കർത്താവേ ഈ പകൽക്കാലം. परमेश्वर उनको याद करिए प्रभु, उनके बच्चों को, उनके माता पिताओं को आप याद करिए प्रभु। കർത്താവെ അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ മെഡിക്കൽ ടീമുകളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. परमेश्वर उनको सेवा करने वाले हर किसी को आपके हाथ में समर्पण करते हैं। കർത്താവ് എല്ലാ ഡോക്ടേഴ്സിനെയും എല്ലാ നഴ്സസിനെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളെ കർത്താവെ, അല്ലെ ബ്ലഡ് ബാങ്കിലുള്ളവരെ കർത്താവെ, ലാബുകളിലുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. परमेश्वर हम पूरे मेडिकल टीम को, डॉक्टर्स, नर्सेस को, पैरामेडिकल्स को प्रभु, सारे पात लाभ को, सब किसी हर किसी को ഈ आपके हाथ में വൈറസ് समर्पण करते हैं। കർത്താവെ അവരെ ബലഹീനപ്പെടുത്തുകയോ ക്ഷീണിപ്പിക്കുകയോ രോഗികളാക്കി തീർക്കുകയോ ചെയ്യുവാൻ സ്വർഗം അവിടുന്ന് അനുവദിക്കരുത്. അവിടുത്തെ രക്തം ഉച്ചം തലമുതൽ ഉള്ളം കാലുവരെയും അവരെ പൊതിഞ്ഞുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. परमेश्वर कोई भी सामर्थ और कोई ताकत उनको कमजोर न करने पाए प्रभु, आपके लहू से उनका मुद्रण करिए प्रभु, सुरक्षा दीजिए। ദൈവത്തിന്റെ മഹാകരുണയും കൃപയും അവരോട് കാണിച്ച് കർത്താവെ അവരെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ എന്ന് आपके ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. महान कृपा और करुणा उनके ऊपर डाल के उनको बचाइए। കർത്താവ് ലോകം മുഴുവനും അനേക കർത്താവ് ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, കർത്താവ് കെടുതികൾ, അപചാസ്വാതം, മഹാവ്യാധികൾ, ബാധകൾ എല്ലാം കർത്താവ് അവിടെവിടങ്ങളായി ഞങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നല്ലോ. परमेश्वर पूरे दुनिया भर के अंदर परमेश्वर बहुत सारे लोग पीड़ित हैं प्रभु, महामारी से, भूकंप से, और बाढ़ से, और बहुत सारे अकाल से लोग पीड़ित हैं। എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ കർത്താവ് അങ്ങ് വാതിൽക്കൽ അടുക്കായിരിക്കുന്നു ഞങ്ങൾ ഉണരുന്ന കർത്താവ്. എങ്കിലും അപ്പച്ച അവിടുത്തെ ദയ ജനങ്ങളോട് കാണിക്കുമാറാകണമേ. ചിലരെങ്കിലും കർത്താവെ ദൈവസന്നിധിയിൽ വരുവാൻ, ദൈവരാജ്യത്തിന്റെ അവകാശികളാകുവാൻ അവരുടെ മനസ്സിനെ കർത്താവ് ഉണർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. आमीन, हालेलुया। प्रभु परमेश्वर, फिर भी हम आपसे प्रार्थना करते हैं प्रभु, ये सारे बातें देखते हुए आप हमारे निकट है करके हम याद करते हैं प्रभु, हम समझ रहे हैं प्रभु, फिर भी आप दया करिए प्रभु, कुछ लोग और आपके पास आने के लिए, आपको समझने के लिए, आपके राज्य में बारिश होने के लिए कृपा करिए। ഈ ബാധകളൊന്നും കർത്താവ് ദൈവമക്കളെ കർത്താവെ അല്ലെങ്കിൽ ബാധിക്കുവാൻ, അവരെ ക്ഷീണിപ്പിക്കുവാൻ, തളർത്തുവാൻ സ്വർഗ്ഗം അനുവദിക്കരുത്. परमेश्वर ये सारे जो अवस्था जो है आपके लोगों को कमजोर ना करने पाए। ദൈവത്തെ അറിയുന്നവർക്കും അറിയാത്തവർക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ ദിവസങ്ങളിൽ കർത്താവ് എല്ലാവരുടെ മേലും അവിടെ കർത്താവെ പ്രദർശിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. परमेश्वर आपको जानने वाला और ना जानने वालों के बीच की जो फर्क जो लोग समझ नहीं पाए, കർത്താവ് എല്ലാ ദൈവസഭകളെയും ഈ പകൽക്കാലം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. सारे कलीसियाओं को आपके हाथ में एक बार समर्पण करते हैं। സകല ഡിനോമിനേഷനുകളെയും സമർപ്പിക്കുന്നു. हर एक डिनोमिनेशन को आपके हाथ में करते हैं। കാത്തലിക് ഡിനോമിനേഷനുകളെ, പ്രൊട്ടസ്റ്റന്റ് ഡിനോമിനേഷനുകളെ, പെന്തക്കോസ്ത ഡിനോമിനേഷനുകളെ കർത്താവെ, അല്ലെങ്കിൽ വേർപെട്ട എല്ലാ സഭകളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കർത്താവ് സഭകളെ സമർപ്പിക്കുന്നു. അതിലെ നടത്തുന്ന അഭിഷേക്തന്മാരെയും അവരുടെ കുടുംബങ്ങളെയും അവിടെയുള്ള സകല വിശ്വാസികളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. परमेश्वर हर एक डिनोमिनेशन को, उनको चलाने वाले हर किसी को आपके हाथ में समर्पण करके हम प्रार्थना करते हैं। കർത്താവെ ആരും ലക്ഷ്യം തെറ്റിപ്പോകരുത് കർത്താവ്. परमेश्वर कोई भी अपने गोल को, अपने टारगेट को അങ്ങ് വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് പൂർണ്ണമായവർ മടങ്ങി വരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. आपके बुलावट के उस जगह पे, उस रास्ते पे आने के लिए उनको कृपा करिए। നശിച്ചു പോകുന്ന ഈ തലമുറയോട് കർത്താവ് കാഹളമൂതി അവരെ കർത്താവ് വാൺ ചെയ്യുവാൻ, അവരെ സത്യം അറിയിക്കുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും വീണ്ടും അഭിഷേകം ചെയ്യുവാനാണ്. परमेश्वर नाश होने वाले इस सारे लोगों को आपके पास वापस आने के लिए, उनको तुर्की फूंकते हुए उनको याद दिलाने के लिए आपके बच्चों को करना। ആദ്യ നൂറ്റാണ്ടുകളിലെ അപ്പോസ്തലന്മാരുടെ മേലും സഭാപിതാക്കന്മാരുടെ മേലും പകർന്ന കർത്താവെ ആ ഉണർവിന്റെ അഗ്നിയെ വീണ്ടും തിരുസഭയിലേക്ക് അവിടുന്ന് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. परमेश्वर पुराने कालों में आपने जो प्रेरित लोगों के ऊपर, आपने बच्चों के ऊपर डाला हुआ उस महान सामर्थ्य और आग की जो आत्मा जो है हर किसी के ऊपर डाली, കർത്താവ് പ്രവർത്തിക്കണമേ അപ്പച്ച. आप काम करिए। സമസ്ത വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. हर एक बातों को आपके हाथ में समर्पण करिए। സകലന്റെ മേലും കരഞ്ഞിട്ടുണ്ട്.
आप हर किसी के ऊपर हाथ बढ़ाइए। അവിടുത്തെ മഹാദയയും കരുണയും വിശ്വസ്തയും ദീർഘിപ്പിക്കണമേ. आपके करुणा और दया हर किसी के ऊपर डालिए। അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में ഞങ്ങളെ കാണുന്നവരും ശേഷം കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. अभी जो हम देखते हैं प्रभु, हमें आगे देखने वाले हर किसी को आपके हाथ में दे। ദൈവവചനം ഞങ്ങളോട് ഇടപെടണം, സംസാരിക്കണം. आपके वचन हमसे बात करने वाले। മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും കർത്താവ് ഞങ്ങളുടെ ബുദ്ധിയെയും തുറക്കണം. आपके वचन को समझने के लिए हमारे दिल को और बुद्धि को खोल दीजिए। അവിടുത്തെ ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെ അവിടുത്തെ കണക്കെടുക്കുന്നതിന് പ്രാർത്ഥിക്കും. हमारे कमजोरियों को आप माफ करिए। കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में समर्पण। പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം आपकी ചെയ്യും. प्रार्थनाओं को सुन लिए। യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപതോന്നമേ യേശുവിന്റെ നല്ല പിതാവേ. यीशु मसीह के नाम से हमने प्रार्थना मांगा है, सुनो और कबूल करो हमारे स्वर्गीय पिता। ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം വീണ്ടും 3 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കും. വിഷയങ്ങളെല്ലാം എലാബറേറ്റായിട്ട് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമയക്കുറവുകൊണ്ട് വളരെ ചുരുക്കമായി ഞാൻ പ്രാർത്ഥിച്ചു നിർത്തിയെന്നേ ഉള്ളൂ. अभी हमने प्रार्थना जो बहुत कम रजिस्टर किया है क्योंकि समय की कमी है हमारे पास, क्योंकि बाद में हम अपने निजी प्रार्थना में भी सारी बातों को याद करके प्रार्थना करते हैं। ഈ പകൽക്കാലത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി, ദൈവവചന ചിന്തയ്ക്കായി ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം. अपने सुबह के समय में परमेश्वर के वचन के वर्णन के लिए हम एक वचन को पढ़ेंगे। ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, परमेश्वर अपने बच्चों के लिए इच्छा रखने वाला एक बात है, ദൈവത്തെ പോലെ അവരെല്ലാവരും സകലരും തിരിച്ചറിയുന്നവരായിരിക്കണം എന്നാണ്. हम परमेश्वर की तरह हर किसी में हर किसी को परखने वाला होने पर, ഹല്ലേലൂയ, സകല കാര്യങ്ങളെയും വിവേചിച്ചറിയുന്ന ഒരു ദൈവകൃപ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. हर चीजों को परखने का एक बुद्धि, एक ज्ञान पाने के लिए परमेश्वर हमारे से इच्छा रखता है। അത് ദൈവം നമ്മളെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. वो परमेश्वर हमसे इच्छा रखते हैं। അതുകൊണ്ട് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കും. अगर वो कृपा हमें मिलना है तो परमेश्वर को ढूंढने वाला होना चाहिए। നമുക്കൊരു വാക്യം വായിക്കാം. സദൃശവാക്യം 28-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. हम उसके लिए एक वचन को पढ़ेंगे परमेश्वर के वचन से। സദൃശവാക്യം 28-ാം അധ്യായം, नीति वचन उसका 28वां Proverbs chapter 28 verses 5. नीति वचन उसका 28वां अध्याय 5वां वचन। बुरे लोग न्याय को नहीं समझ सकते, परंतु यहोवा को ढूंढने वाले सब कुछ समझते हैं। ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർ സകലവും തിരിച്ചറിയുന്നു. परमेश्वर को ढूंढने वाले सब कुछ समझ पाते हैं। അപ്പം ഭൂമിയിലുള്ള കാര്യങ്ങളെ തിരിച്ചറിയുവാൻ, ഗ്രഹിക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവ ജനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. पृथ्वी की सारी बातों को समझने के लिए कौन समझ सकता है? वो है परमेश्वर को ढूंढने वाला। പല കാര്യങ്ങളും ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. बहुत सारी बातें इस पृथ्वी के अंदर हो रहा है। നമ്മൾ സാധാരണക്കാരായ ജനങ്ങളോട്, ദൈവത്തെ യഥാർത്ഥമായി അറിയാത്ത ജനങ്ങളോട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ, अगर हम प्रभु को नहीं जानने वाले लोगों से, जो साधारण लोग हैं, उनसे अगर ये बात करें, അവർ ചിലപ്പോൾ പറയും 100 വർഷത്തിന് മുമ്പ് ഇങ്ങനെ നടന്നിരുന്നു, ഓരോ 100 വർഷം കൂടുമ്പോഴും ഈ പ്രതിഭാസം ഉണ്ടാകുമെന്ന് പറയും. वो लोग हमसे ये बताएंगे जवाब में कि 100 साल पहले ऐसा हुआ था, हर 100 साल के बाद ऐसा होता रहता है। ചിലർ പറയും കലിയുഗമാണ്, അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുമെന്ന് പറയും. कुछ लोग कहेंगे ये जो है बुराई की समय है, इसलिए ये हो रहा है। ചിലർ പറയും ലോകത്തിന്റെ അവസാനമായി തീർന്നിരിക്കുന്നുണ്ട് സംഭവിക്കുന്നു എന്ന് പറയും. कुछ लोग कहेंगे कि दुनिया के अंत होने वाला है, इसलिए ऐसा हो रहा है। പക്ഷെ ഇവരാരും ഇത് യഥാർത്ഥമായി ഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടോ അല്ല പറയുന്നത്. ആരോ പറഞ്ഞത് കേട്ടു അവർ പറയുന്നു. लेकिन ये लोग सारे जो है अपने समझ के अनुसार नहीं बोल रहे, कोई उनको बताया होगा या उनके समझ के अनुसार वो बता रहे। അല്ലെങ്കിൽ പിതാക്കന്മാരെ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അവർ പറയും. नहीं तो उनके पूर्वी लोग जो पुरानी व्यक्ति जो है उनको समझाने के अनुसार वो बता रहे। എന്നാൽ വേദപുസ്തകം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവർ സകലതിനെയും തിരിച്ചറിയും. लेकिन वचन हमें सिखाता है कि परमेश्वर को ढूंढने वाला हर किसी को, हर चीजों को परखता है, समझते हैं। ഭൂമിയിലുള്ള ജനം, ദൈവത്തെ അറിയാത്ത ജനം തിരിച്ചറിയാതെ പല കാര്യങ്ങളും പറയുമ്പോൾ, जब पृथ्वी के लोग, जो साधारण लोग हैं, वो ना समझते हुए बहुत सारी बातें बता रहे हैं। ദൈവമക്കൾ സകല കാര്യങ്ങളെയും വിവേചിച്ച് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് പറയും. लेकिन परमेश्वर के लोग जो है उनको समझते हुए बता रहे हैं। എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? क्यों ऐसा हो रहा है अभी? എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത്? कल क्या होने वाला है? അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അന്ത്യത്തിൽ എന്തായി തീരും?
नहीं तो ये दुनिया के अंत में क्या होगा, അതിന് കാരണം എന്താണ് उसका कारण क्या है। എന്ന് ദൈവത്തെ അറിയുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും മാത്രമേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. ये सारी बातें अगर बताना है तो परमेश्वर को ढूंढने वाला या परमेश्वर को समझने वाला ही बता അതുകൊണ്ട് सकता है। ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശാലോമോൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവർ സകലത്തിലും തിരിച്ചറിയും. അറിയുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത്, തിരിച്ചറിയുന്നു. They are discerning. इसलिए कि जो ज्ञानी जो सबोपदेशक जो ये वचन नीति वचन लिखने वाला कहता है, शलोमोन कहता है कि परमेश्वर को ढूंढने वाला हर चीजों को परखता है, वो समझता है, അല്ലെങ്കിൽ വിവേചിച്ചറിയുന്നു, അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. वो उसको परख के अलग करके समझ रहा है। ചുമ്മാ നമ്മളൊരു കാര്യത്തെ അറിയുന്നതും വേർതിരിച്ചറിയുന്നതും അല്ലെങ്കിൽ അതിനെ ആഴമായി മനസ്സിലാക്കി തിരിച്ചറിയുന്നതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. हम एक बातों को समझना और उसको गहराई से समझने का मतलब उसका फर्क है। ദൈവത്തെ അറിയുന്നതിനും ദൈവത്തെ തിരിച്ചറിയുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. परमेश्वर को जानना और उनका परखना, ये दोनों बातों में फर्क है। ദൈവത്തെ ഈ ഭൂമിയിൽ ദൈവത്തെ അറിയാത്തവരാരുമില്ല. इस दुनिया के अंदर परमेश्वर को हर कोई ദൈവമുണ്ടോ जानता എന്ന് ചോദിച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധന്മാർ വരെ എല്ലാവരും അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും ദൈവം ഉണ്ടെന്ന് പറയും. अगर किसी से भी आप पूछो, या छोटे हो या बड़े हो, किसी से भी पूछे अगर परमेश्वर है करके या कोई देवता है करके पूछो तो कहेंगे है। കുറച്ചു പേര് ദൈവം ഇല്ലെന്ന് പറയുന്നവരുണ്ട്, എന്നാൽ അവരും അവസാനം ദൈവമെന്ന് വിളിച്ചിട്ടേ മരിക്കുന്നുള്ളൂ. कुछ लोग परमेश्वर नहीं करके बताते हैं, लेकिन वो आखिरी समय में अपने परमेश्वर को भगवान को याद करके मरते हैं। എന്നാൽ ഇവരാരും ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞിട്ടല്ല അവരറിയുന്നത്, തിരിച്ചറിഞ്ഞിട്ടല്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടല്ല അവരറിയുന്നു എന്ന് പറയുന്നത്. लेकिन ये सारे लोग जो है परमेश्वर को गहराई से परखने के बाद याद मतलब जानने के बाद नहीं बोल रहे कि परमेश्वर है कर। ഒന്നുകിൽ അവരവരുടെ പാരമ്പര്യത്തിൽ കൂടെ അവർക്ക് ലഭിച്ച ഒരു അറിവ് കൊണ്ടായിരിക്കും ദൈവമുണ്ട് എന്ന് പറഞ്ഞ് അവരറിയുന്നത്. ज्यादातर लोग इसीलिए कहते हैं कि वो पारंपरिक रीति से जो समझ के आ रहे हैं उसके अनुसार बताते हैं। അല്ലെങ്കിൽ അവരുടെ ട്രഡിഷൻ വഴിയായിരിക്കും അവർ ദൈവത്തെ അറിയുന്നത്. नहीं तो उनके पीढ़ी से जो समझ के आ रहा है उस ट्रेडिशन के अनुसार, पारंपरिक रीति के अनुसार वो അത് बताते हैं। കേട്ടറിവാണ് അല്ലെങ്കിൽ കണ്ടറിവാണ്. वो उनका सुना हुई ज्ञान है, या वो नहीं तो उनका देखा हुआ बातों के याद। നമ്മൾ കേട്ടും കണ്ടും അറിയുന്ന അറിവല്ല യഥാർത്ഥ അറിവ്. जो हमारा सुनने से और देखने के जो ज्ञान है वो नहीं है। സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിയും. जो भजन संहिता लिखने वाला कहता है कि परमेश्वर भला है करके चक्के देखो। അപ്പൊ നമ്മള് കേട്ടും കണ്ടും അറിയുന്ന അറിവല്ല യഥാർത്ഥ അറിവ്, രുചിച്ച് അറിയുന്ന അറിവാണ് യഥാർത്ഥ അറിവ്. हालेलुया। इसका मतलब है हमें जो सुनते हैं या देखते हैं वो ज्ञान जो ज्ञान नहीं है, परमेश्वर को चक्के देखना। അതിനെയാണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. वो है ज्ञान और परखने का मतलब। നമ്മൾ ഓരോ വചനങ്ങളും ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുമ്പോഴും ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ദൈവം എത്ര മഹാനാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. परमेश्वर का हर एक वचन को जब हम पढ़ेंगे तो हम समझ सकते हैं कि परमेश्वर कितना महान है। ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളെയും കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. परमेश्वर के कामों को हम देख सकते हैं। ദൈവം എങ്ങനെയുള്ളവനാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. परमेश्वर कैसा है करके हम समझ सकते हैं। ദൈവത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ട് അവനെ ആരാധിക്കുമ്പോഴാണ് നമുക്ക് അത് നന്മയും ദൈവത്തിന് അത് മഹത്വമായി തീരുന്നത്. हम परमेश्वर को वो कैसा है करके जानने के बाद जब हम उनको प्रार्थना करते हैं तभी उनका उत्तर मिलेगा, सही ढंग का हमें उत्तर मिलेगा। 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കട്ടെ. पहला कोरिन्थियों की किताब में हम आएंगे एक बार। അതിന്റെ മുകളിലുള്ള 1-2 വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു ഒന്ന് മനസ്സിലാക്കി തരാം. താഴെയുള്ള ഭാഗം മനസ്സിലാക്കണമെങ്കിൽ അത് മുകളിലുള്ളതായിരിക്കുന്ന 1-2 ഭാഗങ്ങൾ നമ്മൾ വായിക്കണം. अगर आपको पूरी तरह उसको समझना है तो एक दो बातों में हमें एक वचनों को पढ़ना पड़ेगा। യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അനേക വർഷങ്ങളായി ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞിരുന്ന യഹൂദന്മാര് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. जब यीशु मसीह इस पृथ्वी में आया तो परमेश्वर को बहुत सालों से जानने वाला, बहुत पुराने हिसाब से जानने वाले यहूदी लोग भी यीशु मसीह को नहीं जान पाए। പൗലോസ് വളരെ വ്യക്തമായിട്ട് അറിവിനെയും തിരിച്ചറിവിനെയും കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് വിവരിച്ച് പറയുക. पौल यहाँ पे जो है समझ के बारे में अलग तरीके से समझा रहा है। അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ജ്ഞാനവും ദൈവത്തിന്റെ ദാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചും ലോകപരമായ ജ്ഞാനത്തെക്കുറിച്ചും നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. उसकी छठवां ऐसे लेके अगर नीचे पढ़ेंगे तो आपको उस बुद्धि और ज्ञान के फर्क के बारे में पता चलेगा। അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്.
उसका 8वां वचन ऐसे पढ़ते हैं, ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. वहाँ पे लिखा है अगर वो तेजोमय प्रभु को नहीं जाना, इसलिए अगर वो जान गया होता तो उस तेजोमय प्रभु को क्रूस पर नहीं चढ़ाते। യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അത് ദൈവത്തിന്റെ മശിഹയാണെന്നല്ലെങ്കിൽ ജനത്തിന്റെ വീണ്ടെടുപ്പിന് ദൈവം അയച്ച സ്ത്രീയുടെ സന്തതിയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അവർക്ക്. अगर वो ऐसा नहीं कभी समझ पाया कि यीशु मसीह परमेश्वर ने भेजा हुआ एक उद्धार करता है, लोगों को छुड़ाने वाला है करके, वो उस स्त्री के अंदर जन्म हुआ व्यक्ति है करके वो नहीं समझ पाया। ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമായിരിക്കുന്ന യഹൂദനോടായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം പറഞ്ഞത്, ഭൂമിയിൽ ഞാൻ ഒരു രക്ഷകനെ അയക്കുമെന്ന്. परमेश्वर के द्वारा चुना हुआ उस यहूदी लोगों से परमेश्वर ने कहा जाए कि आप लोगों के उद्धार के लिए मैंने एक व्यक्ति को भेजूंगा। ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് മനസ്സിൽ പറഞ്ഞിരുന്നു. परमेश्वर का इच्छा, परमेश्वर का काम जो है वो उनके चुना हुआ लोगों के द्वारा उनको बताया, എന്നാൽ അവർക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. लेकिन वो लोग उसको ग्रहण नहीं कर पाए, समझ नहीं कर पाए। അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് അവർ എന്ത് ചെയ്തു, തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിച്ചു കളഞ്ഞു. इसलिए पौल यहाँ बताता है कि वो तेजोमय यीशु मसीह को क्रूस पे चढ़ा दिया। അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട മെശിഹായെ, അവരുടെ രാജാവിനെ അവർ തന്നെ ക്രൂശിച്ചു കളഞ്ഞു. और उनके उद्धार के लिए भेजा हुआ उस यीशु मसीह को, उस राजा को उन्होंने क्रूस पर चढ़ा दिया। ഇതാണ് അറിവിനും തിരിച്ചറിവിനും തമ്മിലുള്ള വ്യത്യാസം. ये ज्ञान और परखने का, समझने का। അവരുടെ അറിവ് അവർ ലോകപരമായി പല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ഉപയോഗിച്ചു. उनका ज्ञान जो है इस दुनिया की सारी बातों को समझने के लिए यूज कर लिया, എന്നാൽ അവരുടെ തിരിച്ചറിവിനെ അവർക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല, അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. लेकिन उनके अंदर की ज्ञान जो परखने का बुद्धि को उपयोग नहीं कर അതിൽ पाए। 9ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ട് അനേക പ്രാവശ്യം ഇതിൽ കൂടെ അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. उसका 9वां आयत में ऐसे लिखा है कि जो आँख नहीं देखी या कान ने नहीं सुना, जो बातें मनुष्य के चित्त में नहीं आए, इसके बारे में हमने बहुत बार प्रचार सुने हुए हैं। പല രീതിയിലുള്ള അനുഗ്രഹത്തിന്റെ പ്രസംഗങ്ങള്, പ്രവചന പ്രസംഗങ്ങളൊക്കെയും ഈ വചനത്തിൽ കൂടെ നമ്മൾ കേട്ടതാണ്. इस वचन के आधार पर हमने बहुत सारी प्रचार और आशीष की बातों को सुना है, എന്നാൽ ഇതൊന്നുമല്ല ഈ വചനത്തിന്റെ പ്രത്യേക അർത്ഥം, ഈ വാക്യത്തിന്റെ അർത്ഥം അതല്ല. लेकिन इस वचन का सही ढंग का मतलब वो नहीं है। ഒരുവൻ ദൈവത്തെ സ്നേഹിച്ചാൽ അവൻ ഏത് രീതിയിൽ ദൈവത്താൽ ഉയർത്തപ്പെടും, അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാര്യം ഒരു പ്രവാചകനോ ഒരു മനുഷ്യനോ പറയുവാൻ കഴിയത്തില്ല എന്നാണ് വ്യക്തമായിട്ടുള്ള പറഞ്ഞിരിക്കുന്നത്. एक व्यक्ति जब प्रभु में मसीह में आता है तो उनका जीवन कैसे होगा, वो कैसे महान होगा करके कोई भी नहीं बता सकता। അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ 10ാമത്തെ വാക്യം കൂടെ നമ്മൾ വായിക്കണം. അത് അവിടെയാണ് എന്റെ വിഷയം വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ 10ാമത്തെ വാക്യം എങ്ങനെ എഴുതിയിരിക്കുന്നത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു. उसका जो हमारा खास भजन जो है 10वां भजन है उसको हम पढ़ेंगे। परंतु परमेश्वर ने उनको अपने आत्मा के द्वारा हम पर प्रकट किया, क्योंकि आत्मा सब बातें वरना परमेश्वर की गूढ़ बातें भी जानता है। സദൃശവാക്യം നമ്മൾ 28:5 നമ്മൾ ഇങ്ങനെ വായിച്ചത്, ആത്മീയനോ അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നവനോ സകലത്തെയും തിരിച്ചറിയുന്നു. नीति वचन में हमने पढ़ा है कि परमेश्वर को जो जानने वाला है, आत्मिक व्यक्ति जो है सब कुछ को जानते हैं। ഹല്ലേലൂയ. आमेन। അപ്പോൾ നാം അതിനെ തിരിച്ചറിയണമെന്ന് വരികിൽ നമ്മെ അത് തിരിച്ചറിവിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ആശ്രയത്തിൽ നമ്മളായിരിക്കും. अगर हम सारी बातों को जांचना है, परखना है, तो उस परखने का आत्मा, वो जांचने का आत्मा के अनुसार हमें चलना है। യഹൂദന്മാർ ആത്മാവിനെ അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. यहूदी लोग आत्मा को उनकी अगुवाई में नहीं चलते, അതുകൊണ്ട് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടില്ല. इसलिए उनकी आंखें नहीं खुला। അവിടെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. उनके यीशु मसीह के सेवकाई को आप देखिए। യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെയും അത് ഡയറക്റ്റ് ആയിട്ട് പറയാതെ വളരെ പല ഉപമകളിൽ കൂടെയാണ് ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്നത്. जब यीशु मसीह प्रचार करते थे स्वर्ग राज्य के बारे में, तो अलग अलग दृष्टांतों के द्वारा लोगों को समझाया। ശിഷ്യന്മാർ അവരോട് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് എല്ലാം ഉപമകളായിട്ടാണല്ലോ പറയുന്നത്. चेलों ने उनसे बहुत बार पूछा है कि परमेश्वर आप जो है सारी बातें दृष्टांत के द्वारा क्यों समझाते हो? കർത്താവ് അന്നേരം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? यीशु मसीह उसका കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ऐसे कहता था, നിങ്ങൾക്കോ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നു. आप लोगों को स्वर्ग राज्य की गुप्त बातों को जानने का
बुद्धि दिया है। അത് വേറെ കർത്താവ് പറയുന്നു, ഇത് കർത്താവ് എന്ത് ചെയ്തു? ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ये बच्चों को मैंने प्रकट किया। അത് കാരണം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാര് അവരെ ശിശുക്കളായിട്ട് അംഗീകരിക്കില്ല. കാരണം അവര് ദൈവത്തിന്റെ വചനം തോറ അല്ലെങ്കിൽ മോശ എഴുതിയ 5 പുസ്തകങ്ങളും പഠിച്ച് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളും എല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു വലിയ ജ്ഞാനികളായി, ലോകപ്രകാരമുള്ള ജ്ഞാനികളായി അവർ തന്നെത്താനെ ഭാവിക്കുവാനിടയാണ്. वो यहूदी लोग जो है परमेश्वर की वचन को पूरी तरह पढ़ के बहुत समझ रखता था, इसलिए वो अपने आप को बहुत घमंड करते थे कि हम सब कुछ जानते हैं। ദൈവത്തിന്റെ ജ്ഞാനത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. परमेश्वर के ज्ञान को लेकिन वो समझ नहीं അവർ पाए। ലോകപരമായ ജ്ഞാനത്തെ അന്വേഷിക്കാൻ തുടങ്ങി. वो दुनियादारी की समझ को ढूंढने लगे। അവര് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ തോറയിൽ പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ പഠിച്ചിട്ട് അവരുടേതായ ചിന്തകളിൽ കൂടെ പല കാര്യങ്ങളും അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങി. वो पुराने नियमों के उस नियम में लिखा हुआ सारी बातों को समझने के बाद उसके अनुसार चलने लगे। അവർക്ക് ഡിസൈൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും ഭൂമിയിലുള്ളതായിരിക്കുന്ന പ്രവൃത്തികൾ എന്തായാലും ഈ ശത്രുവിന്റെ സാത്താന്റെ പ്രവൃത്തികൾ എന്താണെന്നും തിരിച്ചറിയുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. उनके अंदर की वो समझने का, वो जांचने का जो समझ जो खत्म हो गया कि परमेश्वर का काम क्या है और शैतान का काम क्या है। അതിനെ അന്വേഷിക്കാനുള്ള ഒരു മനോഭാവം അവർ കാണിച്ചില്ല. उनको ढूंढने का एक मन भी वो नहीं रखा, അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിനെ ത്യജിച്ചു കളഞ്ഞു. इसलिए वो पवित्र आत्मा को त्याग कर दिया। പരിശുദ്ധാത്മാവിനെ ത്യജിച്ചതുകൊണ്ട് യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. पवित्र आत्मा को उन्होंने त्याग कर दिया, इसलिए यीशु मसीह को भी वो समझ അവർക്ക് नहीं पाए। വേണ്ടി അയക്കപ്പെട്ട ഏക രക്ഷകനെ അവർ തള്ളിക്കളഞ്ഞു. उनके लिए भेजा हुआ उस इकलौता छुटकारा देने वाला या उनके उद्धारकर्ता को भी वो नहीं समझ അവർക്ക് पाए। ലഭിക്കേണ്ട നന്മയെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു. उनको मिलने वाला उस भलाई को वो त्याग कर दिया। ഇപ്പോഴും ആത്മീയ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഖേദകരമായ കാര്യം, ദുഃഖകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ उनका भी आजकल की भी जो हमारे आत्मिक मंडल में होने वाला खेदित बात क्या है, ദൈവത്തിന്റെ പ്രവൃത്തികളെയും പദ്ധതികളെയും തിരിച്ചറിയുവാൻ കഴിയാത്തതുകൊണ്ട് പലരും അവർക്ക് ലഭിക്കേണ്ട നന്മകളെ അവര് ഉപേക്ഷിച്ച് കളയാണ്, അല്ലെങ്കിൽ കളയുകയാണ്. परमेश्वर की उन इच्छाओं का, परमेश्वर की उस बातों को नहीं समझ पा रहे, इसलिए उनको मिलने वाला हर एक भलाई उनसे अलग हो रही है, वो त्याग कर रहे हैं। ശ്രദ്ധിക്കണേ, യഹൂദന്മാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അനുഗ്രഹമായിരുന്നു അവർക്ക് വേണ്ടി അയക്കപ്പെട്ടവരുടെ മശിഹ യേശു ക്രിസ്തു. यहूदी लोगों के लिए मिलने वाला सबसे अच्छा भलाई था यीशु मसीह। അതിനെക്കുറിച്ച് അനേക പ്രവാചകന്മാരിൽ കൂടെ അനേക വർഷങ്ങളായി ദൈവത്തിന്റെ ആത്മാവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു. उस भलाई के बारे में उनके पूर्विक लोगों के द्वारा, भविष्यवक्ताओं के द्वारा बहुत बार परमेश्वर उनको याद दिलाता എന്നാൽ था, അവരാരും അതിനെ ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം പോയി. लेकिन उनमें से कोई भी उनको समझ नहीं पाया। അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ നഷ്ടം, ഭൂമിയിലെ ഏറ്റവും വലിയ നഷ്ടം യഹൂദന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ മശിഹായെ തിരിച്ചറിയാതെ പോയതാണ്. उनका सबसे बड़ा नुकसान ये है कि वो लोग यीशु मसीह को नहीं जान पाए। ഹല്ലേലൂയ. हालेलुया। അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ 9ാമത്തെ വാക്യം വളരെ അനുഭവസ്ഥമായി. अगर वो जान पाया हो तो ये 9वां वचन जो हमने यहाँ पढ़ा है वो उनके लिए एक लाभदायक। കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ചിന്തിക്കുവാൻ കഴിയാത്തതുമായ നിലകളിൽ യഹൂദനെ ദൈവം ഉയർത്തിയനാണ്. तो कोई कान को ना देखा हुआ, कोई दिल में ना आया हुआ, कोई मुंह से ना बोला हुआ बातों को देखने के लिए, उनको समझने के लिए उनके अंदर बुद्धि आई। എന്നാലും ദൈവത്തിന്റെ മഹാകൃപ അവരോടുണ്ട്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടുള്ള വാഗ്ദത്തം കൊണ്ടാണ് ദൈവം അവരെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. लेकिन परमेश्वर ने उनके ऊपर दिया हुआ उन वायदों के अनुसार उनको आज भी उन्होंने स्थिर रखा हुआ। വചനം പറയുന്ന കുത്തിയവനിലേക്ക് അവർ നോക്കും. वचन कहता है कि जिनको मारा है उनको वे देखेगा। യഹൂദന് മടങ്ങി വരുവാനുള്ള സമയം ദൈവം കൊടുത്തിട്ടുണ്ട്. यहूदी लोगों को वापस आने का एक समय परमेश्वर ने दिया അനേക है। ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. बहुत लोग अभी परमेश्वर के चरणों में वापस आ रहे हैं, इसलिए मैं धन्यवाद അനേക करता हूं। യഹൂദന്മാർ സത്യം മനസ്സിലാക്കി, യേശുക്രിസ്തുവാണ് മശിഹ എന്ന് മനസ്സിലാക്കി, സുവിശേഷം സത്യമാണെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. बहुत यहूदी लोग आजकल ऐसा है कि परमेश्वर यीशु मसीह सच्चा है, उनके वचन सच्चा है करके वापस आ रहे, इसलिए मैं धन्यवाद അതിന് करता കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവർ അംഗീകരിക്കുന്നതാണ്. हूं। उसका कारण ये है कि पवित्र आत्मा के कामों को वो जान रहे हैं കാരണം और ദൈവത്തിന്റെ उसको स्वीकार कर रहे हैं। ആത്മാവിന് മാത്രമേ ദൈവത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. क्योंकि परमेश्वर की आत्मा ही परमेश्वर की गूढ़ बातों को जानती ആ है। ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ സകലതും വേർതിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. उस आत्माओं को समझने वाला या स्वीकार करने वाला ही वो हर किसी को जान सकते हैं, परख सकते हैं। കാരണം ആ ആത്മാവാണ് നമ്മെ നടത്തുന്നത്, ദൈവത്തിന്റെ ആഴങ്ങളിലേക്കും ദൈവത്തിന്റെ രഹസ്യങ്ങളിലേക്കും നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. और परमेश्वर की गहराई की ओर, उनकी गूढ़ बातों की ओर ले चलने वाला उस पवित्र आत्मा। നമ്മൾ വായിച്ച 10ാമത്തെ വാക്യത്തിൽ വീണ്ടും നിങ്ങളെ കൊണ്ടുവരട്ടെ. उस 10वां आयत को हम एक बार और पढ़ेंगे। നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു.
परमेश्वर ने उनको अपने आत्मा के द्वारा हम पर प्रकट किया। ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും അറിയുന്നു. आत्मा सब बातें वरना परमेश्वर की गूढ़ बातें भी जांचता है। ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കും. तो परमेश्वर को ढूंढने वालों को परमेश्वर जो हर चीज जो प्रकट करते हैं അവർ സകല വിധത്തിലുള്ള ജ്ഞാനത്താൽ നിറയപ്പെടും. वो हर तरीके का ज्ञान से भर जाते हैं। ഭൂമിയിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും എന്തിനാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. इस पृथ्वी में होने वाला हर एक बातों को वो किस लिए हो रहा करके वो समझ पाए। ദൈവം അത് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. परमेश्वर हमसे वो इच्छा रखता है। ഹല്ലേലൂയ. നാം തിരിച്ചറിവുള്ളവരായി, വേർതിരിച്ചറിവുള്ളവരായി തീരണം. हम परखने वाला या जांचने वाला होने पाए। ദൈവമക്കൾ സകലത്തെയും തിരിച്ചറിയുന്നവരായിരിക്കും. परमेश्वर खासकर परमेश्वर की संतान जो हर चीज को जांचने वाला എന്നാൽ होने पाए। മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ ആത്മീയ ദൈവരാജ്യത്തിൽ വസിക്കാൻ കഴിയത്തുള്ളൂ. अगर ऐसा करने वाला होगा तभी हम परमेश्वर के राज्य में या पृथ्वी के अंदर रह सकते हैं। അല്ലെങ്കിൽ ആത്മീയരെന്ന് പറയുന്ന നാമും എല്ലാ കാര്യങ്ങൾക്കും ഭാരപ്പെട്ട് ദുഃഖപ്പെട്ടുകൊണ്ട് ഇവിടെ ഞെരുങ്ങി കഴിയേണ്ടി വരും. नहीं तो परमेश्वर के संतान होने के बावजूद हम भी एक तंगी से इस जीवन बिता सकते हैं। എല്ലാം സംഭവിക്കുമ്പോഴും നാം നമ്മുടെ ആത്മാവിൽ സന്തോഷിക്കാൻ പഠിക്കണം. कुछ भी हो जाए हमारे आस पड़ोस में, हमारे इस पृथ्वी के अंदर, लेकिन परमेश्वर में, पवित्र आत्मा में हमें खुश में रहना चाहिए। കാരണം നമ്മുടെ പ്രാണപ്രിയൻ ഏറ്റവും അടുത്തിരിക്കുകയാണ്. क्योंकि हमारा स्वर्गीय पिता, हमारा यीशु मसीह हमारे निकट है। ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ ദുൽഹ, അവൻ ഏറ്റവും അടുത്തിരിക്കുകയാണ്. हमारा जो दुल्हा जो है, हमारा परमेश्वर, हमारा जो पति जो है हमारा निकट है। ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. उनका आगमन बहुत निकट ഈ है। കണ്ണുനീരും ദുഃഖവും പ്രയാസവും വേദനകളും രോഗങ്ങളും കടങ്ങളും നഷ്ടങ്ങളും ഭാരങ്ങളും എല്ലാം നമ്മെ വിട്ടു പോകും. ये जो दुनिया की तंगी, दुख, संकट, परेशानी, आंसू सब हमसे छोड़ के जाए। ശത്രുവിന്റെ ഈ മായ വലയത്തിൽ നിന്ന് നാം പൂർണ്ണമായി വിടുവിക്കപ്പെടും. शत्रु के इस पूरे चाल से, जलन से हम हट जाएंगे। കണ്ണുനീരില്ലാത്ത, ശാപമില്ലാത്ത, രോഗമില്ലാത്ത ഒരു രാജ്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. जहाँ आंसू नहीं है, दुख नहीं है, संकट नहीं है, बीमारी नहीं है, वहाँ ऐसा एक राज्य परमेश्वर ने हमारे लिए അവിടെ रखा നാം है। അവനോട് കൂടെ അല്ലയോ അനേക യുഗങ്ങൾ വാഴുവാൻ പോവുകയാണ്. उनके साथ बहुत साल तक हम रहने वाले हैं। അതാണ് നമ്മുടെ പ്രത്യാശ. वो है हमारा इच्छा। ഹല്ലേലൂയ. ആ പ്രത്യാശയിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് വിവേചനത്തെ തരുന്നത്. उस भरोसा में स्थिर रहने के लिए परमेश्वर ने हमें वो आत्मा दी है। അതുകൊണ്ട് ഭൂമിയിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴും ये पृथ्वी के अंदर हर चीज जो हो रहा है, ദൈവജനം ഭൂമിയിലുള്ള മനുഷ്യനെ പോലെ ചിന്തിച്ചു പോകരുത്. इस पृथ्वी में रहने वाले परमेश्वर के बच्चे इस लोगों की, दुनिया के लोगों की जैसा सोचना नहीं चाहिए। പൗലോസ് പറയണ അവിശ്വാസികളോടുകൂടെ നിങ്ങൾ ഇണയിലപ്പുറം കൂടരുത്. पौल कहता है कि जो अविश्वासी लोगों के साथ तुम ना जुड़िए, കാരണം അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. क्योंकि उनको पता नहीं है कल क्या होगा। അവർ ലോകപരമായ കാര്യങ്ങളെ കണ്ടിട്ട് ലോകപരമായി വിവേചിച്ച് ലോകപരമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുക. वो इस दुनियादारी की रीति से समझते हुए अपना जीवन बिता रहा है। അതുകൊണ്ട് അവർ ഭ്രമിക്കുന്നു, ഭയപ്പെടുന്നു, അവര് സൂസൈഡ് ചെയ്യുന്നു, അവര് പലതിനെക്കുറിച്ച് വ്യാകുലരായിത്തീരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭൂമിയെല്ലാം മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, അടിക്കുകയാണ്, വെട്ടുകയാണ്, കൊല്ലുകയാണ്, എന്തെല്ലാമോ അവർ ചെയ്യുന്നു. इसलिए इस सारी बातों को सोचते हुए वो लोग, कुछ लोग अपने आप को खत्म कर रहे हैं, दुख में, संकट में पड़ रहा है। അവർ പരിഭ്രാന്തരായിരിക്കുകയാണ്. वो बहुत भ्रमित है। എന്നാൽ ദൈവജനം പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. लेकिन परमेश्वर की लोग कभी डर ना चाहिए, കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവർ സകലത്തെയും തിരിച്ചറിയുന്നു. क्योंकि परमेश्वर को ढूंढने वाला हर चीज को जानते हैं। ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പുറകിൽ അതിന്റെ റൂട്ട് വേര്, മദർ വേര് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവമക്കൾക്ക് കഴിയും. क्योंकि अभी आजकल जो होने वाले सारी चीजों का जो जड़, खासकर जो जड़ क्या है करके परमेश्वर के लोग समझ नहीं पाए। നമുക്കും സമാധാനം ലഭിക്കുന്നത് മനസ്സിലാകുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യാൻ കഴിയും. अगर वो हम सही ढंग से उसको समझ पाए तो हम अपने आप में भी शांति पा सकते हैं, दूसरे लोगों को भी शांति में लेके आ सकते हैं। ദൈവമക്കളെ കുറിച്ച് വചനം പറയുന്നത് അവർ സമാധാന പുത്രന്മാരാണ്. क्योंकि परमेश्वर के बच्चों के लिए खासकर उनका नाम है कि शांति के, അവർ സമാധാനം ഉണ്ടാക്കുന്നവരാണ്. वो शांति बनाने वाले हैं। ഹല്ലേലൂയ. हालेलुया। മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്നവരല്ല ദൈവമക്കൾ. दूसरे लोगों को डराने वाला नहीं, അവർ സമാധാനം ഉണ്ടാക്കുന്നവരാണ്. वो शांति बनाने वाले നിങ്ങൾ हैं। ഞാനും സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാനാണ് ദൈവം आप നമ്മളെ और हम വിളിച്ചത്. शांति बनाने वाले बनने पाए। നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയുന്നവരായി തീരണം. अगर आपके अंदर, मेरे अंदर शांति होना है तो हम परमेश्वर की उस बातों को समझने वाले हैं। ദൈവരാജ്യത്തെ കുറിച്ച് റോമാലേഖനത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? परमेश्वर के राज्य के बारे में रोमियो की किताब में पढ़ते हैं। ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. परमेश्वर का राज्य खाना पीना नहीं है, അതെന്താണ്? സമാധാനവും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. वो है शांति और परमेश्वर पवित्र आत्मा के द्वारा एक वो महान शांति है। അത് നീതിയുള്ളതാണ്, वो
वो धर्म है। ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ സമാധാനത്തെ നമ്മൾ എപ്പോഴും അറിയണമെന്ന് വരികിൽ നാം ദൈവത്തെ തിരിച്ചറിയുന്നവരായിരിക്കണം, ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയുന്നവരായിരിക്കണം. अगर उस महान शांति को अगर हमें समझना है तो परमेश्वर की बातों को, उनके राज्य के बारे में, उनके राज्य की शांति को पहले पाना है। നമ്മളിൽ സമാധാനം ഉണ്ടാകുകയും हमारे अंदर शांति आएगा, ആ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരിലേക്ക് നാം പകരുകയും ചെയ്യണം. वो शांति जो है जिनके अंदर शांति नहीं है उनको हम बांट भी सकते हैं। അതിനാണ് ദൈവം നമ്മളെ ഇവിടെ വെച്ചാക്കിയിരിക്കുന്നത്. इसलिए परमेश्वर ने हमें रखा है। യേശു ദൈവജനത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. यीशु जब अपने लोगों के बारे में बताया तो दो बातें നിങ്ങൾ बताया। ഭൂമിക്ക് വിളക്കാകുന്നു, നിങ്ങൾ ഭൂമിക്ക് ഉപ്പാകും. तुम इस दुनिया के लिए एक रोशनी है या दिया है, और दूसरी बात एक और बताया कि तुम इस दुनिया के नमक है। വിളക്ക് എന്താണ്? ഇരുട്ട് വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഭീതി ഉണ്ടാകുമ്പോൾ, വിളക്ക് ലഭിക്കുമ്പോൾ, വിളക്ക് കത്തുമ്പോൾ അവന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും. दिया क्या है? एक अंधेरे में एक दिया जब जलता है तो उस वहाँ के अंधेरा हट जाता है, उनका डर हट जाता है। അതുകൊണ്ടാണ് ദൈവമക്കളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ വിളക്കാണ്, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ്. इसलिए परमेश्वर के बच्चों के लिए ईश्वर ने बोला है कि आप लोग इस दुनिया के दिया है। പരിഭ്രാന്തരായിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഒരു ദൈവത്തിന്റെ പൈതൽ ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിൽ സമാധാനത്തെ അവർ ഉണ്ടാക്കുവാൻ കഴിയും. जब डर से भरा हुआ लोगों के बीच में एक परमेश्वर के बच्चा पहुंचेंगे तो वहाँ के उनका डर हटना चाहिए, वो एक दिया बनना चाहिए। അടുത്ത കർത്താവ് പറഞ്ഞു നിങ്ങൾ ഉപ്പാണ്. दूसरा बताया कि तुम नमक है। ഉപ്പ് എന്താണ്? സകല ആഹാര പദാർത്ഥങ്ങൾക്കും രസം വരുത്തുന്ന, രുചി വരുത്തുന്ന പദാർത്ഥമാണ്. हर खाने वाले चीजों को, अपने खानों को टेस्ट देने वाला चीज है कि नमक। ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന സകല അക്രമങ്ങളും അതിക്രമങ്ങളും നടക്കുമ്പോൾ അവരുടെ ഇടയിൽ സമാധാനത്തിന്റെ സന്ദേശവുമായി കടന്നു എന്ന് അവിടെ സമാധാനത്തിന്റെ രുചി വരുത്തുവാൻ ദൈവവേദന മാത്രമേ കഴിയൂ. इस झगड़ा और लड़ाई होने वाला इस दुख से भरा हुआ इस दुनिया के अंदर एक परमेश्वर की संतान अगर किसी के बीच में जाएंगे तो उस उनका परमेश्वर के वचन के द्वारा वो अपना टेस्ट दे सकते हैं, एक नमक बन सकता है। സമാധാനത്തിന്റെ വാക്കുകൾ പറയുവാൻ ദൈവത്തെ തിരിച്ചറിയുന്ന സകലവും വിവേചിച്ചറിയുന്ന ഒരു ദൈവവേദന മാത്രമേ കഴിയൂ. शांति की बातें बोलना है कि परमेश्वर के वचन को बताना, एक परमेश्वर के वचन को जानने वाला परमेश्वर की सच्चाई कर सकता है। അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ പറയുന്നത് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് പൊൻതാലത്തിൽ ഒരു വെള്ളി നാരങ്ങ. इसलिए हम नीति वचन में देखते हैं कि जो समय पर बोला हुआ बात जो है एक चांदी के बर्तन में रखा हुआ उस नींबू जैसा है। അത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുവാൻ, അത് നമ്മുടെ ഒരു ട്രഡീഷനെ ആണ് എടുക്കുന്നത്. നല്ല കാര്യം പറയുവാൻ ചെല്ലുമ്പോൾ എന്താ പറയുന്നത്, തട്ടില് നാരങ്ങായും കാര്യങ്ങളൊക്കെ വെച്ച് ചെന്ന് ഒരു നല്ല കാര്യം പറയും, ഒരു വിവാഹം ക്ഷണിക്കും, ഒരു സമാധാന കാര്യങ്ങൾ പറയുന്നു, വീടിന്റെ डेडिकेशन पढ़े काल ट्रेडिशन। हम पुराने काल के अगर नियमों को देखेंगे तो उनके पारंपरिक रीति से देखेंगे तो हम देखते हैं कि कोई अच्छी बातें बोलने के लिए किसी के घर में जाते हैं, किसी के शादी का कार्ड देने जाता है या घर का पहला चढ़ाई के लिए कोई कार्ड देने जाते हैं तो वो अपने एक बर्तन में, एक स्टील के बर्तन में, एक चांदी के बर्तन में अच्छी अच्छी चीजें रखे हुए लेके जाते हैं। जब हम ऐसे करते हैं तो उस परिवार के अंदर एक शांति बनाते हैं। എന്നതുപോലെ സകലത്തെയും തിരിച്ചറിയുന്ന ദൈവത്തിന്റെ പൈതൽ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിലുള്ളതായിരിക്കുന്ന അശാന്തി മുഴുവൻ മാറിപ്പോകും. इसलिए कि एक परमेश्वर के बच्चा भी ऐसे एक दुख से भरा हुआ या अशांति से भरा हुआ घर में घुसेंगे तो अपने शांति उनको दे सकते हैं। അവിടെ സമാധാനത്താൽ നിറയുവാനിടയാകും. शांति से भर जाएगा। ശത്രുവിന്റെ അശാന്തിയും ശത്രുവിന്റെ തന്ത്രങ്ങളും അവിടുന്ന് മാറ്റപ്പെടുവാനിടയാകും. शत्रु का सारे चाल चलन वहाँ से हट पाएगा। ഹല്ലേലൂയ. ദൈവത്തിന്റെ സമാധാന ഭവനത്തിൽ വരുവാനിടയാകും. परमेश्वर की शांति उस भवन में आएगा। അതിനാണ് നിങ്ങളെയും എന്നെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. इसलिए परमेश्वर ने आपको और मुझे चुना है। ആ സമാധാനം നാം മറ്റുള്ളവരിലേക്ക് പകരണമെങ്കിൽ നമുക്കുള്ളിൽ ആദ്യം സമാധാനം ഉണ്ടാകണം. अगर वो शांति हम दूसरों को देना है तो सबसे पहले वो शांति हमारे अंदर होना चाहिए। ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് കർത്താവ് പറയുന്നത് ആ സമാധാനം നിന്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നീ സകലത്തെയും വിവേചിച്ചറിയുന്നവനും തിരിച്ചറിയുന്നവനുമായിരിക്കും. अगर वो शांति हमारे अंदर आना है तो परमेश्वर हमें कहता है कि सबसे पहले तुम उसको जांचने वाला है, परखने वाला होना चाहिए। ലോകം ചിന്തിക്കുന്നത് പോലെ അല്ല ഒരു ദൈവവേദന ചിന്തിക്കേണ്ടത്. दुनिया जैसे सोचते हैं वैसे हम नहीं सोचना चाहिए। ലോകം എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കത്തുള്ളൂ. കാരണം ലോകത്തിന് എപ്പോഴും നെഗറ്റീവിന്റെ ആത്മാവാണ്, അല്ലെങ്കിൽ അവനെ നിരാശപ്പെടുത്തുന്ന ആത്മാവാണ് ലോകത്തിന്. इस दुनिया के सारे लोग जो है निराश रीति से सोचते हैं कि नेगेटिविटी सोचते हैं, लेकिन हम ऐसा नहीं होना चाहिए। ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും നാം അല്ലെങ്കിൽ ദൈവമക്കൾ പ്രത്യാശയുള്ളവരാണ്. क्योंकि कोई भी हमारे प्रतिकूल परिस्थिति में हम जो है भरोसा से भरा हुआ है। ഹല്ലേലൂയ. അതിന് കാരണം പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നതാണ്. इसलिए है कि जो भरोसा दिलाने वाला भरोसा का आत्मा हमारे अंदर है।
ഹല്ലേലൂയ. വിവേചനത്തിന്റെയും ഹല്ലേലൂയ ആ ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവ് നമ്മളെ നടത്തുന്നതാണ്. वो इसलिए कि वो परखने का, जांचने का और ज्ञान देने वाला आत्मा हमारे अंदर है। ഒരു സദൃശവാക്യക്കാരൻ വിളിച്ചു പറയുകയാണ്, യഹോവയെ അന്വേഷിക്കുന്നവർ സകലത്തെയും തിരിച്ചറിയുന്നു. इसलिए नीति वचन में लिखा है, परमेश्वर वचन संहिता लिखने वाला कहता है, परमेश्वर को ढूंढने वाला हर चीज को जांचता है। നാം ദൈവമക്കൾ യഹോവയെ അന്വേഷിക്കുന്നവരായി തീരുവാൻ അല്ലേ ദൈവാത്മാവിൽ നമുക്ക് ശരണപ്പെടാം. हम परमेश्वर को जानने वाला, परमेश्वर के बच्चे जो है, परमेश्वर के हर चीज को जानने वाला होने पर ഒരു വാക്യം കൂടെ അതിന്റെ ആ ഭാഗത്ത് തന്നെയുള്ള ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. वहाँ का एक वचन और बता के मैं खत्म करूँगा। യഹോവയെ അന്വേഷിക്കുന്നവരെ കുറിച്ച് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും പേര് പറഞ്ഞിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കുന്ന പുത്രന്മാർ അല്ലെങ്കിൽ നീതിമാന്മാർ, ദൈവമക്കൾ എന്നൊക്കെയും പറഞ്ഞിട്ടുണ്ട്. परमेश्वर को ढूंढने वाला के बारे में परमेश्वर के वचन में बहुत बार लिखा है। എന്നാൽ ഇത് തിരിച്ചറിയാത്തവരെ കുറിച്ച് വേദപുസ്തകം ഒരു വാക്യം പറയുന്നുണ്ട്. लेकिन ये सब कुछ नहीं जानने वाला लोगों के बारे में भी वहाँ पे लिखा है। സദൃശവാക്യം 28 ആ ഒന്നാമത്തെ വാക്യം നമ്മൾ ആദ്യം വായിച്ച ഭാഗം അതാണ്. സദൃശവാക്യം 28 അഞ്ചാം വാക്യവും वहाँ पे जो नीति वचन उसका 28 का 5 അത് നമ്മളിങ്ങനെ തിരിച്ചിട്ട് വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു. अगर हम उसको उल्टा पढ़ेंगे, नीचे से अगर पढ़ेंगे तो हमें जल्दी पता चल जाएगा। यहोवा का ढूंढने वाले सब कुछ समझते हैं, എന്നാൽ लेकिन ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല. बुरे लोग न्याय को नहीं समझ അപ്പൊ सकते। ദൈവത്തെ അന്വേഷിക്കാത്തവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവർ ദുഷ്ടന്മാരാണ്. परमेश्वर के वचन को नहीं जानने वालों को परमेश्वर कहते हैं बुरे लोग। അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരാണ്. वो बुरा काम करने वाले എന്താ हैं। ദുഷ്ടത? क्या है बुरा काम? അടിക്കുകയും നല്ലുകയും കൊല്ലുകയും വെട്ടുകയും ചെയ്യുന്ന മാത്രമാണ് ദുഷ്ടത. जो मारना पीटना यही है बुराई? അല്ല, അസമാധാനം ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നതും ദുഷ്ടതയാണ് വേദപുസ്തകത്തിൽ. जो अशांति को बनाने वाला काम भी वो एक बुरा काम है। ഹല്ലേലൂയ. ഹല്ലേലൂയ. അസമാധാനം ഉണ്ടാക്കുന്നത് അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. जो अशांति के पीछे कार्य करने वाला वो भी दुष्ट आत्मा है। അതിൽ ആശ്രയിക്കുന്നവൻ അവരെ പോലെ ആയിത്തീരും. उसके ऊपर भरोसा रखने वाला वैसा ही बनेगा। അവരെന്ത് ചെയ്യും? ദൈവത്തിന്റെ പ്രവൃത്തിയെയും ന്യായത്തെയും തിരിച്ചറിയുവാൻ കഴിയാത്തവരായിത്തീരും. वो लोग कैसा होता है कि परमेश्वर के कामों को, उनके वचनों को नहीं समझने അവർ वाला होता ഭീതി है। ഉണ്ടാക്കുന്നു, ഭയമുണ്ടാക്കുന്നു. वो डर को बना देता है। ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സമാധാനത്തോടെ ജീവിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. परमेश्वर ने हमें इसीलिए बुलाया कि हम शांति से रहें। അസമാധാനം ദൈവത്തിന്റെ നന്മയിലുള്ളതല്ല. अशांति जो है परमेश्वर का इच्छा से नहीं है। ഒരു ഭവനത്തിൽ അസമാധാനം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് ദൈവത്തിൽ നിന്ന് വന്ന ദാനമല്ല, അത് പിശാചിൽ നിന്നുള്ളതായ വലിയൊരു തന്ത്രമാണ്. अगर किसी घर में अगर अशांति है तो वो आप ये समझिए कि वो परमेश्वर की ओर से नहीं है, वो दुष्टात्मा ഒരു की ओर से है। ദേശത്ത് ഭീതി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല, അത് പിശാചിൽ നിന്നുള്ളതാണ്. अगर एक देश के अंदर अशांति है तो आप समझिए वो परमेश्वर की ओर से नहीं है, वो दुष्टात्मा की ओर से है। ഒരു രാജ്യത്ത് ഭീതി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല, അത് ശത്രുവിൽ നിന്ന് വന്നതാണ്. अगर एक राज्य के अंदर अशांति है तो आप ये समझिए परमेश्वर की ओर से नहीं, वो दुष्टात्मा की ओर से है। ലോകം മുഴുവനും പരിഭ്രാന്തിയിലാണെങ്കിൽ അശാന്തിയിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത് ദൈവത്തിൽ നിന്ന് വന്നതല്ല, ശത്രുവിൽ നിന്ന് വന്നതാണ്. क्योंकि पूरे दुनिया पर अगर अशांति है तो आप ये समझिए कि वो परमेश्वर की ओर से नहीं, दुष्टात्मा की ओर से है। ഭയപ്പെടുത്തുന്നവനല്ല ദൈവം, സ്നേഹിക്കുന്നവനാണ്. हमें डर देने वाला नहीं है परमेश्वर, हमें प्यार करने वाला है। ഹല്ലേലൂയ. അവൻ നമ്മളെ സ്നേഹിക്കുന്ന നല്ല പിതാവാണ്. वो हमें प्यार करने वाला अच्छा पिता അവൻ है। ചെയ്യുന്നതെല്ലാം അവൻ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. वो जो करने वाला हर चीज, हर बात को हमें समझाना തന്റെ चाहता है। സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. वो अपने जो തന്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഇങ്ങനെയാണ്. अपने दोस्त जो अब्राहम से परमेश्वर ऐसे कहता है, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് എന്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിനോട് ഞാൻ മറച്ചു വെക്കും. हमें जो मैं करने जा रहा हूँ उसको क्या मेरे दोस्त अब्राहम से मैं छुपाऊंगा क्या? നോക്കണേ, ആദ്യത്തെ പഴയ നിയമകാലത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെല്ലാം സ്നേഹിതന്മാരായി. पुराने नियमों के अगर हम पढ़ के देखेंगे तो हमें पता चलेगा सारे पुराने नियम के लोग जो है परमेश्वर के दोस्त थे। എന്നാൽ കൃപയാൽ പുതിയ നിയമത്തിൽ ദൈവമക്കൾ എല്ലാവരും ദൈവത്തിന്റെ വിശ്വാസികൾ എല്ലാവരും ദൈവ മക്കളാണ്. लेकिन नए नियम के अंदर परमेश्वर को प्यार करने वाले, परमेश्वर के ऊपर विश्वास भरोसा रखने वाले हर कोई जो परमेश्वर के संतान है। ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹിതനിൽ നിന്നും ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകി തന്നു. ആമേൻ. परमेश्वर के दोस्त से लेकर परमेश्वर ने अपना संतान बनाने का एक अवस्था पर परमेश्वर में लेके आया। നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ സ്നേഹിതനോട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, അതിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ മകനോട്, നിങ്ങളുടെ മകളോട് നിങ്ങൾ കാര്യങ്ങൾ പറയുവാൻ കഴിയും. जो अपने दोस्तों से जो जितने बातें हम बोलते हैं उससे बढ़कर हम अपने माता पिता से बात कर सकते हैं। അതാണ് റിലേഷൻഷിപ്പിലുള്ള വ്യത്യാസം. वो है उस रिश्ते का खास बात। സ്നേഹിതനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് നിങ്ങൾക്ക് പറയാൻ കഴിയും.
जो दोस्त है उससे भी बढ़कर हम अपने परिवार के लोगों को बता सकते हैं, കാരണം അവർ വിശ്വസ്തരാണ്. क्योंकि वो भरोसामंद है। ദൈവം നിങ്ങളെ വിശ്വസ്തരായി പ്രതീക്ഷിക്കും. परमेश्वरी आपको भरोसामंद चाहते हैं। സകലതിനെയും തിരിച്ചറിയുന്നവരായിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. हर चीज को जांचने वाला होना चाहिए। അത് മനസ്സിലാക്കി കാര്യങ്ങൾ ക്രമീകരിക്കുവാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തരട്ടെ. उसके अनुसार चलने का एक मन परमेश्वर आपको देने पाए। ആത്മീയനോ സകലത്തിലും തിരിച്ചറിയും. आत्मिक व्यक्ति हर चीज को जांचते हैं। ദൈവത്തെ അന്വേഷിക്കുന്നവരോ സകലത്തിലും വിവേചിച്ചറിയും. परमेश्वर को ढूंढने वाला हर चीज को जांचते हैं। ഇന്ന് പകൽക്കാലം ഇതിനെ കേൾക്കുന്നത് യോഗ്യവല്ലേ? आज मुझे सुनने वाले आपके परमेश्वर के बच्चों, ദൈവം അതിനാവശ്യമായ ജ്ഞാനവും പരിജ്ഞാനവും നിങ്ങൾക്ക് തരട്ടെ. परमेश्वर उसके अनुसार की बुद्धि और ज्ञान देने पाए। വരുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് തിരിച്ചറിയുവാനുള്ള ഒരു തിരിച്ചറിവിന്റെ ആത്മാവ് ദൈവം നിങ്ങൾക്ക് നൽകി തരാം. आने वाले दिनों में होने वाले हर चीजों को परखने का एक जांचने का एक आत्मा आपको देने पाए। അത് നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുക. वो आप एक शांति बनाने के लिए आप उसको उपयोग करें। യേശുവിന്റെ വരവിനെ മറ്റുള്ളവരോട് അറിയിക്കുവാൻ തക്കണമായി അതിനെ നിങ്ങൾ ഉപയോഗിക്കുക. यीशु मसीह के आगमन दूसरों को बताने के लिए आप उसको उपयोग करें। സത്യത്തെ തിരിച്ചറിയുവാൻ ജനങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. सच को जानने के लिए लोगों की आंख खुलने के लिए आप प्रार्थना करिए। പരിശുദ്ധാത്മാ നിങ്ങളെ പ്രവർത്തിക്കട്ടെ. पवित्र आत्मा आपके अंदर कार्य करने पाए। നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. हमारी आंखों को बंद करेंगे, हम प्रार्थना ദൈവകരങ്ങളിൽ करेंगे। ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के हाथ में समर्पण കർത്താവേ, करेंगे। ഈ പകൽക്കാലം സകലതിനെയും തിരിച്ചറിയുവാനുള്ള ഒരു കൃപ ഞങ്ങളുടെ മേൽ പകരണം. परमेश्वर आज दिन के समय भी सब चीजों को जानने का एक मन एक आत्मा हमें दीजिए। കഴിഞ്ഞ നാളുകൾ കർത്താവെ പലപ്പോഴും ഞങ്ങൾ യഹൂദന്മാരെ പോലെ യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാഞ്ഞ യഹൂദന്മാരെ പോലെ ഞങ്ങൾ പലപ്പോഴും ദൈവീയ കാര്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. पिछले दिनों में परमेश्वर हम उस यहूदियों के जैसा जो आपकी वह बातों को नहीं समझने वाला बन पाएगा, ഞങ്ങൾ അങ്ങനെയല്ല കർത്താവെ. लेकिन ऐसा नहीं होना ഇനി चाहिए। വന്ന നാളുകളിൽ ഞങ്ങൾ അങ്ങനെ തിരിച്ചറിയുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. आने वाले दिनों में आपकी बातों को समझने वाला बनने पाए, ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയുന്നവരായി തീരുവാൻ, आपके कामों को समझने पाए, ദൈവത്തിന്റെ പദ്ധതികളെയും പ്ലാനുകളെയും തിരിച്ചറിയുന്നവരായി തീരുവാൻ, आपके कामों को आपके उस सारी बातों को समझने वाला होने ഒരു पाए। വിവേചനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. एक जांचने का परखने की आत्मा हमारे अंदर दीजिए। സമാധാനമുണ്ടാക്കുന്ന സമാധാന പുത്രന്മാരായി തീരുവാൻ ഞങ്ങളെ एक സഹായിക്കുമാറാകണം. शांति बनाने वाला शांति का बच्चे बनने पाए। അങ്ങനെ ആത്മാവ് ഞങ്ങൾക്ക് സകലവും തിരിച്ചറിവ് നൽകുന്നുവെന്ന് ദൈവത്തിന്റെ വചനങ്ങളിൽ വായിച്ചു കേൾക്കാം. परमेश्वर आपके वजन में सिखाता है, आपके आत्मा सब कुछ जानता है। അങ്ങനെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവമായ ഞങ്ങളെ സഹായിക്കുമാറാകണം. उस आपके आत्मा के अनुसार आगे बढ़ने के लिए हमें सहायता करें। അതിനായി അടിയങ്ങളെ സമ്പൂർണ്ണമായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. उसके लिए पूरी तरह मैं आपके हाथों में समर्पण करें। കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ സ്തോത്രം ചെയ്യും. आपने हमारी प्रार्थनाओं को सुना, इसलिए ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളെ കേൾക്കാൻ പോകുന്ന എല്ലാവരുടെ മേലും കർത്താവെ ആ അറിവിനെ ദൈവം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. हमें सुनने वाला जो आगे सुनते हैं प्रभु, हर किसी को आपके हाथ में समर्पण करें। അവിടുത്തെ വിലയേറിയ അത്ഭുതകരം ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ നീട്ടുമാറാകണം. आपका चमत्कार भरा वो हाथ से बढ़ा के हमें आशीष करिए, ഞങ്ങളെ ബലപ്പെടുത്തണം, हमें सामर्थ्य दीजिए, പ്രത്യാശ നൽകണം, हमें भरोसा ഞങ്ങളെ दिलाइए, മാനിക്കണം. हमें आशीष करिए। അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. आपके हाथ में ഞങ്ങളുടെ समर्पण करें। രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. हमारे उद्धारकर्ता और यीशु मसीह के पवित्र नाम से हमने प्रार्थना किया, യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के पवित्र नाम। ആമേൻ, ആമേൻ, ഹല്ലേലൂയ. हालेलुया। ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष करने पाए। സകലതിനെയും തിരിച്ചറിയുവാൻ വിവേചിച്ചറിയുവാനുള്ള ഒരു കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. हर चीजों को जानने का परखने का आत्मा आपके अंदर होने पाए। ബുധനാഴ്ച നമുക്ക് ബൈബിൾ സ്റ്റഡി വീണ്ടും കാണാം. बुधवार को बाइबल स्टडी में फिर से मिलेंगे। ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीष करने God पाए। bless you. God bless you. Amen. Praise the Lord.